അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവെ, വിശുദ്ധ വാരത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും തിരുവുത്ഥാനത്തിൻ്റെയും ദിവസങ്ങളാണ്. ഞങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് കടന്നു പോകുന്ന കർത്താവെ, നോൻപ് തീരാൻ പോയിട്ട് ഇപ്പോൾ ഈ നിമിഷം വരെ അറിയാത്ത മനുഷ്യരുണ്ട്. അവർ ശാപം പിടിച്ച രീതിയിൽ അത് അറിയാതിരിക്കുകയും അറിഞ്ഞിട്ട് അംഗീകരിക്കാതിരിക്കുകയും ഓരോരുത്തരും താങ്കളുടെ വഴിക്ക് പോയെന്ന് പറഞ്ഞ പോലെ അവരവരുടെ ലോകത്ത്, അവരുടെ ജോലി, അവരുടെ ഇലക്ഷൻ, അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള കർത്താവിനെ അവഗണിച്ചുകൊണ്ട് അവരുടെ തിരക്കുകളിലേക്ക് പോകുന്ന കർത്താവ്, അവർക്കെല്ലാം വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം ഈശോയെ. അവരുടെ പോരായ്മകളെ പരിഹരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവെ, ഈ ദിവസങ്ങളിൽ പോലും സാക്ഷാൽ വേദന, കർത്താവിനെപ്പുറത്ത് തന്നെ വേദന അനുഭവിക്കുന്ന, മനസ്സിൽ ശരീരത്തിലും വേദന അനുഭവിക്കുന്നവരുണ്ട് ഈ ആഴ്ചയിൽ.
ചില ആൾക്കാർക്ക് പെസഹക്കാലത്ത് വേദന കൂടുന്നുണ്ട്. ഒരിക്കലും ഇല്ലാത്ത വേദന എല്ലാ പെസഹക്കാലത്തും അനുഭവിക്കുന്നവരുണ്ട്. അവരെല്ലാം കർത്താവേ അങ്ങയുടെ പീഡാനുഭവങ്ങളോട് അവരെ ചേർത്ത് വെച്ച് അവരെ ഉൾക്കൊള്ളണമേ. അവരെ അങ്ങയെപ്പോലെ അതിജീവിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് സങ്കട നൊമ്പരങ്ങളെ, വേദനകളെ, മുറിവുകളെ കാഴ്ചവെക്കാനും അവരെ സഹായിക്കണേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകം മുഴുവൻ യുദ്ധഭീതിയിലാണ്. മനുഷ്യർ യുദ്ധത്തിൽ നിന്ന് തുടങ്ങി വച്ചിട്ട് ഇനി എങ്ങനെ നിർത്തണമെന്നറിയാൻ പാടില്ലാതെ മർക്കടമുഷ്ടിയോടുകൂടി യുദ്ധത്തിൽ അകപ്പെട്ടിരിക്കുന്ന ലോകത്തെയാണ് ഇന്ന് കാണുന്നത്. കർത്താവേ, ഈ വിഷയത്തിന് വേണ്ടി ദൈവ തീരുമാനം ഉണ്ടാക്കി നിഷ്കളങ്കരെ കുരുതി കൊടുക്കപ്പെടുന്ന അവസ്ഥകളിലും ഈ യുദ്ധത്തിൽ നിന്ന് ലോകത്തെ സംരക്ഷിക്കണമേ, സമാധാനത്തിലേക്ക് ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കരിമരുന്ന് പ്രയോഗം കാണുന്ന പോലെ സാഡിസ്റ്റ് മനസ്സോടുകൂടി ആരെങ്കിലും എവിടെയെങ്കിലും കിടന്ന് തൊലയട്ടെന്ന രീതിയിലാണ് ആൾക്കാർ ചിലർ കാണുന്നത്. കഠിനഹൃദയരെ എല്ലാം കർത്താവേ, ഇതുമൂലം കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും ദുരിതമെന്ന് എപ്പോഴും ബൈബിൾ പറയും. നാളുകളിൽ ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും ദുരിതമെന്ന്. ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നവർ വർഗം, ഓടിപ്പോകാനോ ഒന്നും പറ്റാത്ത, ഭക്ഷണം കിട്ടാത്ത, പലതരത്തിൽ എന്തെല്ലാം തരത്തിലും ദുരിതങ്ങളാണ് ലോകത്ത് മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്നത്. അപ്പാടെ അറിയാവുന്നത് എണ്ണ കിട്ടണില്ല, വിറക് കൊണ്ട് കത്തിക്കണമെന്ന് മാത്രമേ മലയാളിക്ക് അറിയത്തുള്ളൂ. അതല്ല ശരിക്കും, അതിനേക്കാൾ എത്രയോ ദുരിതമായ ലോകത്ത് അനുഭവിക്കുന്നത്. അതുകൊണ്ട് യുദ്ധത്തിൻ്റെ അവസാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചെയ്യും. ഒരടുക്കള പോലും കെട്ടുന്നതിന് എന്തൊരു പാടാണ് മനുഷ്യൻ പെട്ടുപാടുന്നത്. ഒരു കിണറുണ്ടാക്കണത്, ഒരു ജീവിതകാലം മുഴുവനുള്ള കാശ് കൂട്ടിവെച്ച് കിണറുണ്ടാക്കണം. അങ്ങനെ ഓരോ സംഭവം ഉണ്ടാക്കിയെല്ലാം നശിച്ച് നാറാണക്കല്ല് പെരുക്കി കിടക്കുന്നുണ്ട്. അത് ഓരോ മനുഷ്യന്മാരുടെ തിന്മകളാണ്. തിന്മകളുള്ള മനുഷ്യർ അധികാരത്തിലേക്ക് വരാതിരിക്കാൻ ദൈവമേ, അതുവഴി രാജ്യം നശിക്കാതിരിക്കാൻ ദൈവമേ ലോകത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ, പീഡിതരെ, സങ്കടക്കാര്, മക്കളില്ലാത്ത പങ്കാളികള്, കുടുംബകലഹത്തിലുള്ളവരെ, കേസിലുള്ളവരെ, ജീവിക്കാനും മാർഗമില്ലാത്തവര്, സാമ്പത്തിക തകർച്ചയുള്ളവര്, എല്ലാ മേഖലകളിലും വേദന അനുഭവിക്കുന്നവര്, പഠനപരമായിട്ടും യാത്രാപരമായിട്ടും വേദന തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഈ ദിവസം കർത്താവ് നിന്നെ ശക്തീകരിക്കുകയും എല്ലാ സംഘടന അതിജീവിക്കാൻ മാതാവ് നിനക്കൊരു മധ്യസ്ഥ വഹിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാശ്വരേശ്വരൻ നീക്കുവാമേ. ഇവിടെ ഇന്ന് കർത്താവിൻ്റെ അന്ത്യത്താഴ മുഹൂർത്തം ആഘോഷിക്കുന്ന പെസഹ വ്യാഴാഴ്ചയാണ്. ഇന്ന് 3 കാര്യങ്ങളാണ് ഈശോ സ്ഥാപിച്ചത്. ഒന്ന്, ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാനയും, ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കർത്താവ് പൗരോഹിത്യത്തെയും ചെയ്യാനുള്ള ആളെ ഏൽപ്പിച്ചു. അത് പൗരോഹിത്യത്തെ കർത്താവ് സ്ഥാപിക്കുന്ന ദിവസമാണെന്ന്. ഇന്ന് ഞങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ തിരുരക്തങ്ങളെടുത്ത് വാഴ്ത്തി ആശീർവദിച്ച് ജനങ്ങൾക്ക് കൊടുത്ത് അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരാകാൻ ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ വിളിച്ചു. ഞങ്ങളുടെ വിശ്വാസത്തിലും പ്രവൃത്തിയിലും നിലനിൽക്കാനും അനേകം ദൈവവിളികൾ സഭയ്ക്ക് ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് സഭ അതുപോലെ തന്നെ കർത്താവ് സ്ഥാപിച്ചതാണ് പരസ്നേഹത്തിൻ്റെ കൽപ്പന. അതും നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ. നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഇത് അഭിഷേകത്തോടെ ഒരു വ്യക്തി സ്വീകരിച്ച ഈ ലോകത്തിലും കുടുംബത്തിലും സമാധാനം ഉണ്ടാകും. ഇന്നും ഇത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള സങ്കടകരമായ തിരിച്ചറിവാണ്. സഭ ഇനിയും നിലനിൽക്കേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും.
എന്നുള്ള വെല്ലുവിളി നമുക്ക് തരുന്നത്. എങ്കിലും ആവുന്നിടത്തോളം കർത്താവിൻ്റെ വചനത്തോട് ഐക്യദാർഢ്യം പ്രവർത്തിക്കൊണ്ട് കർത്താവ് കുർബാന സ്ഥാപിച്ചതിനാണ് ഏറ്റവും കൂടുതൽ നന്ദി. അഗസ്തീനോസ് പറഞ്ഞ് എപ്പോഴും ഞാൻ ഓർക്കും, ദൈവം തന്നെ വീണ്ടും മനുഷ്യപുത്രൻ ജനിച്ചാലും, ദൈവം തന്നെ വീണ്ടും മനുഷ്യനായി അവതരിച്ചാലും, കുരിശുമരണം വരിച്ചാലും, മരിച്ചുയർത്തെഴുന്നേറ്റാലും പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന പോലൊരു കാര്യം ചെയ്യാൻ ദൈവത്തിന് പോലും ഇനി പറ്റത്തില്ല. അത്രയ്ക്ക് മനോഹരമാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നീ ഓർക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല, പങ്കാളിത്ത സാന്നിധ്യം ഈ മാസത്തെ ഏറ്റവും നല്ല വെളിപാടായിരുന്നത് പരിശുദ്ധ കുർബാനയുടെ പങ്കാളിത്ത സാന്നിധ്യം. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളത് കർത്താവ് എന്നും ദൈവജനം ഉദ്ഘോഷിക്കുന്ന ഒരു വലിയ സാന്നിധ്യമാണ്. പക്ഷേ നിങ്ങൾ എന്നെ വസിക്കുകയും ഞാൻ നിങ്ങളിൽ വസിക്കുകയും ചെയ്യുന്നതെന്ന് പറയുന്നപ്പോൾ അതൊരു പരസ്പര പങ്കാളിത്ത സാന്നിധ്യമാണ്. അതിനകത്ത് വരുന്നത് വാങ്ങി ഭക്ഷിക്കുവാൻ എന്ന് ഈശോ പറയുമ്പോൾ പരിശുദ്ധ കുർബാനയിലൂടെ അവിടെ നമ്മളിൽ വസിക്കുക. ഇതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടാൽ നമ്മൾ കർത്താവിൽ വസിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പങ്കാളിത്ത പരസ്പര പൂരകമായിട്ടുള്ള പ്രസൻസാണ്. യോഹന്നാൻ 15:4 നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പൊ എങ്ങനെയാണ് വസിക്കണമെന്നാണ് 15:7 പറയണത്. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എന്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. അതായത് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ അപ്പം എന്താ സംഭവിക്കണത്? അപ്പം ഈശോയിൽ നമ്മൾ വസിക്കുന്നത് ഈശോയുടെ വാക്ക് നമ്മൾ നിലനിൽക്കുന്ന അനുസരിച്ചാണ്. അതായത് ഈ ആഴ്ച ഈശോയുടെ വാക്ക് നമ്മൾ കേട്ടു, അടുത്ത ആഴ്ച നമ്മൾ കേട്ടില്ല, അടുത്തതിൻ്റെ പിന്നത്തെ ആഴ്ച അങ്ങനെ കേൾക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അതാണ് എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുന്ന മാത്രമേ യോഹന്നാൻ 15:7 അനുസരിച്ച് കൊണ്ട് കർത്താവ് കണ്ടിന്യൂസ് ആയിട്ട് കർത്താവിൻ്റെ കൃപയെ വചനത്തിൽ നിൽക്കുമ്പോഴത്തേക്കാണ് കർത്താവ് വസിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പൂരകമായ പങ്കാളിത്തമായിട്ടുള്ള സാന്നിധ്യമാണുള്ളത്. പക്ഷേ നമുക്ക് കർത്താവിലും വസിക്കാം, കർത്താവ് നമ്മളിലും വസിക്കും. പക്ഷെ നമ്മൾ വസിക്കുമ്പോൾ നമ്മൾ വചനം കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാപ്പുകളില്ലാതെ എല്ലാ കാര്യങ്ങൾക്കും കർത്താവിൻ്റെ വചനം തന്നെ ആസ്പദമാക്കിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ നമ്മളിലുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയുടെ ജീവിതം ഒരു ജീവിത തുടർച്ചയാണ് ശരിക്കും. അല്ലാതെ അതൊരു കുർബാന സ്വീകരിക്കുന്ന ഒരു ഫങ്ഷനായിട്ടാണ് നമ്മൾ പലപ്പോഴും അത് പള്ളിയുടെ വെച്ച് ഒതുക്കി തീർക്കുന്ന ഒരു ഏർപ്പാടായിട്ടാണ് പരിശുദ്ധ കുർബാന സ്വീകരണം. ഒരു പരിശുദ്ധ കുർബാനയോട് നമ്മളിന്ന് രാത്രി ആരാധന നടത്തല്ലേ? ഇപ്പോൾ രാത്രി ആരാധന നടത്തുമ്പോൾ നമ്മൾ പരിശുദ്ധ കുർബാനയോട് മനുഷ്യൻ കാണിക്കുന്ന നിന്ദാപരാധങ്ങൾക്കെതിരെയാണ് രാത്രി ആരാധനയിൽ നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഏറ്റവും പരിശുദ്ധ കുർബാനയോട് കാണിക്കുന്ന നിന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കുർബാന സ്വീകരണമെന്നുള്ള ആ സംഭവം, ആ ഏർപ്പാട് പള്ളിയുടെ അകത്ത് വെച്ച് ഒതുക്കി തീർക്കും. പള്ളിയുടെ പുറത്ത് വന്നിട്ട് അവർ പിന്നെ അത് മറന്നു കളയും. ജീവിതത്തിൽ അതുമായിട്ട് ബന്ധമില്ല. അതാണ് പരിശുദ്ധ കുർബാനയോട് ഒരു മനുഷ്യൻ കാണിക്കണ ഏറ്റവും വലിയ നിന്നയെന്ന് പറയുന്നത്. ഇന്നത് കൂടുതലാണ്. കാര്യം ഇപ്പോൾ കൃപാസനത്തിലൊക്കെ ആണെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരത്തിലെ കുർബാന കൊടുക്കത്തില്ല. ആ ഉടമ്പടിയുടെ ഒരു പ്രത്യേക വിധിയാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആള് കർത്താവിനെ സ്വീകരിക്കാൻ യോഗ്യമാണെന്ന് മനസ്സാക്ഷി വളരെ നിശ്ചിതമായ രീതിയിൽ ഫിൽട്ടർ ചെയ്യണം. കാര്യം ഞാൻ ഈ ഇടവകയിലൊക്കെ ഇരുന്നപ്പോൾ പല ആൾക്കാരും നമുക്ക് ആൾക്കാരെ വിധിക്കാൻ കൊള്ളത്തില്ലെങ്കിൽ പോലും പരിശുദ്ധ കുർബാനയുടെ അച്ചടക്കമില്ലാതെ കുർബാന സ്വീകരിക്കുന്ന ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധ കുർബാനയോട് ആദരവും ആരാധനയും തോന്നുന്ന കാര്യം കുർബാന സ്വീകരിച്ച ശേഷം നമ്മൾ വീട്ടിൽ വന്ന് കാണിക്കുന്ന കോപ്പറേറ്റ് തരങ്ങളാണ്. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ പരിശുദ്ധ കുർബാനയോട് നിന്നാപരാധന കാണിക്കുന്നവരാണ്.
ഇന്നൊരു രാത്രി ഇതിനു വേണ്ടി, അപരാധത്തിന് വേണ്ടി, കർത്താവിൻ്റെ ദിവ്യകാരുണ്യ ആരാധന നിമിഷം നമ്മളത് പ്രത്യേകം സഭ ഒരുക്കിയ ഒരു ദിവസമാണത്. കർത്താവിൻ്റെ കൂടെ ജാഗരം അനുഭവിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയോട് നമ്മൾ കാണിച്ച, ഇന്നും ആരാധന എഴുന്നള്ളിച്ച് രാത്രി വെച്ചിട്ട് വയറ്റിപ്പിഴപ്പ് പറയുന്ന ആൾക്കാരാണ് ഇപ്പം 60%. ഇന്നും ആരാധന ഇന്നത്തെ ആരാധന അതിനുവേണ്ടിയുള്ളതൊന്നും അല്ല. ഇന്നത്തെ ആരാധന കുർബാനയോടും കർത്താവിൻ്റെ പീഡാനുഭവങ്ങളുടെ ഐക്യദാർഢ്യം പുലർത്തുകയാണ് ഇന്നത്തെ ആരാധന ഉദ്ദേശം. അപ്പം നല്ലൊരു ദിവസമാണ്. ഇപ്പം ഇന്ന് ഈ ധ്യാനം കേട്ട സമയം പോലെ തന്നെ നിങ്ങൾ ഒരു മനസ്സൊരുക്കത്തോടു കൂടി 10 മണിക്ക്, ഇന്ന് 10 മണിക്കാണ് ചില പള്ളികളിൽ വൈകുന്നേരം 5 മണിക്കാണ്. മനസ്സൊരുക്കത്തോടു കൂടി ഈ ദിവസത്തെ സ്വീകരിക്കാൻ ഇടയാക്കിയതിന് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചീർണത്തിന്റെ സാക്ഷിയാക്കി എന്നെ എൻ്റെ കുടുംബത്തെ മാറ്റിയതിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് പൗർണമി. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തെ പറ്റി അറിഞ്ഞത് എൻ്റെ അമ്മ വഴിയാണ്. ഞാൻ മാർച്ച് 2024 ജൂൺ 8-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എനിക്ക് അമ്മ മാതാവ് ഈശോപ്പെ നൽകിയ വലിയൊരു സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ 2024 മാർച്ചിലാണ് +2 കഴിഞ്ഞിറങ്ങിയത്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാനിരിക്കെ മാതാവിനോട് ഈശോപ്പയോടും പ്രാർത്ഥിച്ച് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. ഞാൻ ഏപ്രിലിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ എറണാകുളത്താണ് പോയത്. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു. അതവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് B1 വരെ ഞാൻ മാതാവിൻ്റെ ഈശോപ്പയുടെ അനുഗ്രഹത്താൽ ഞാൻ പാസ്സായി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഉള്ളിൽ ആരോ ഇങ്ങനെ പറയുന്ന പോലെ, മാതാവ് ഈശോപ്പയും തന്നെയാണ് അങ്ങനെ പറഞ്ഞത്, നീ ഉദ്ദേശിച്ച കോഴ്സല്ല നീ അവിടെ പഠിക്കാൻ പോകുന്നത്, നീ അതുകൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് ഡ്രോപ്പ് ചെയ്, നീ ഡിഗ്രി പഠിക്കാനാണ് പോകുന്നത്, അതിലേക്ക് നീ മാറ് എന്നുള്ളത് എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെ അവിടെ വെച്ച് ജർമ്മൻ ലാംഗ്വേജ് മാതാവിൻ്റെ ഈശോപ്പയുടെ അനുഗ്രഹത്താൽ ഞാൻ ഡ്രോപ്പ് ചെയ്തു. ഞാൻ അവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ജാനുവരിയിൽ ഞാൻ വീട്ടിലെത്തി. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഏജൻസിയെ പറ്റി അറിയാൻ പറ്റി. ഞാൻ അങ്ങനെ ആ ഏജൻസിയിലേക്ക് എൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ അങ്ങനെ മാർച്ച് 10-ന്, എൻ്റെ 2025 മാർച്ച് 10-ന് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ആ ഏജൻസിയിലേക്ക് കൊടുത്തു. അങ്ങനെ കൊടുത്തു. അവിടെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥനയിൽ തന്നെ ആയിരുന്നു. ഞാൻ ഉടമ്പടിയിൽ ഉഴപ്പിയിട്ടില്ലെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷേ ഞാൻ ഉഴപ്പിയിട്ടുണ്ടെങ്കിലും അവിടെ നിന്നെല്ലാം എന്നെ മാതാവിൻ്റെ ഈശോപ്പയുടെ മകളായിട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. ഉടമ്പടിയിൽ ഉഴപ്പി പോകുമ്പോഴും തിരിച്ച് എന്നെ അവിടേക്ക് തന്നെ കൊണ്ടുവരികയായിരുന്നു. അത് കഴിഞ്ഞ് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കെ മെയിൽ എനിക്ക് ഒരു ഓഫർ ലെറ്റർ വന്നു ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ആ ഓഫർ ലെറ്റർ വന്നപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ഓഫർ ലെറ്റർ വന്നത്. അതെന്തോ കാരണത്താൽ എനിക്ക് അവിടുന്ന് അത് റിജക്റ്റായി പോയി. ആ യൂണിവേഴ്സിറ്റിയിലേക്ക് എനിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തത് എനിക്ക് അപ്രൂവായി കിട്ടിയില്ല. പക്ഷേ ആ ടൈമിൽ തന്നെ വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് എനിക്ക് മെയിൽ വന്നു. അതെൻ്റെ ഓഫർ ലെറ്റർ ആയിരുന്നു. ആ ഓഫർ ലെറ്റർ കിട്ടി. ഞാനത് മാതാവിൻ്റെ ഈശോപ്പേന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. അടുത്ത നിമിഷം തന്നെ എനിക്ക് എൻ്റെ ഏജൻസിയിൽ നിന്ന് കോള് വന്നിട്ട് പറഞ്ഞു, പൗർണമി, നമ്മൾ ഇത്ര വീക്കിനുള്ളിൽ 2 വീക്കിനുള്ളിൽ നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഓസ്ട്രിയ യൂണിവേഴ്സിറ്റിയിലേക്ക് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. മാതാവിൻ്റെ ഈശോപ്പയും കൂട്ടുപിടിച്ച് ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്ത് ഞാൻ കൊറിയർ ചെയ്തു. വിത്തിൻ 1 വീക്കിനുള്ളിൽ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്രൂവായി തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഞാൻ അടുത്തതിനേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ ഉടമ്പടിയിൽ തന്നെ ആയിരുന്നു. ഞാനും അമ്മയും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രതീക്ഷ പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും ജപമാലയും എല്ലാം ഞാൻ ചൊല്ലുമായിരുന്നു. ഉപവാസം എടുക്കുമായിരുന്നു. ധ്യാനം കൂടുമായിരുന്നു. എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് RP പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണമായിരുന്നു. ഡിസംബർ 30 അത് കഴിഞ്ഞ് അപ്ലൈ ചെയ്തു. ഡിസംബർ 30-നാണ് ചൊവ്വാഴ്ച എനിക്ക് RP അപ്പോയിൻമെൻറ്റിന് ഡൽഹിയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാൻ 29-ന് ഇവിടുന്ന് ഡൽഹിക്ക് പോയി. അവിടെ ചെന്നിട്ടും എനിക്കറിയില്ല അവിടെ ചെന്നിട്ട് എന്താണ്, ഞാൻ ഇതുവരെ ഞാൻ അതുവരെ പോയിട്ടില്ല. എനിക്ക് എന്താ അവിടെ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഈശോപ്പ എൻ്റെ കൂടെ ഉണ്ട് എന്നതിൻ്റെ അടയാളം എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ കയറി. ഫോണൊന്നും അലോഡല്ല. ഞാൻ മാതാവിനെ ഈശോപ്പയും കൂട്ടുപിടിച്ച് ഞാൻ തൈലവും പൂശി ഉപ്പ് വായിൽ കഴിച്ചു. അത് കഴിഞ്ഞ് തൈലവും ഇതാക്കിയിട്ട് ഞാൻ കയറി കഴിഞ്ഞു. അവിടെ ചെന്നപ്പോൾ എനിക്കറിയില്ല അവിടെ എൻ്റെ പേപ്പർ മേടിക്കാനിരുന്നത് മാതാവാണ്. അതേപോലെ ഒരു
അമ്മയായിരുന്നു. മാതാവിൻ്റെ അതേ കളർ ഡ്രസ്സിട്ട് അതേ രീതിയിലായിരുന്നു എന്നോട് അവർ പെരുമാറിയത്. എന്നോട് ഒരു രീതിയിലും ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ എന്നെ ഇതുവരെ ആ ഒരു രീതിയിലൊന്നുമല്ല പെരുമാറിയത്. മാതാവ് തന്നെയാണ് എന്നെ അവിടെ ഉണ്ടായിരുന്നത്. അതേപോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അത് എനിക്ക് ഉറപ്പാണ്. എൻ്റെ കഴിവിനാൽ എനിക്കൊന്നും കിട്ടിയിട്ടില്ല, മാതാവിൻ്റെ ഈശോപ്പയുടെ കൃപയാൽ മാത്രമാണ് എനിക്ക് എല്ലാം തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ ജാനുവരി 4-ാം തീയതി വീട്ടിലേക്ക് വന്നു. ജാനുവരി 4-ാം തീയതി കഴിഞ്ഞ് വൺ മന്ത് എടുക്കും നമ്മുടെ RP അപ്രൂവൽ വരാനായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ 1 മന്തായിട്ടും എൻ്റെ RP അപ്രൂവൽ വന്നില്ല. ഫെബ്രുവരിയിലും വന്നിട്ടില്ല, ഒന്നും ആയിട്ടില്ല. പക്ഷേ അതെല്ലാം മാതാവ് ഈശോപ്പയിൽ ഞാൻ കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് മാതാവ് ഈശോപ്പയും എനിക്ക് തന്നതാണത്. ഞാൻ അതുവഴി ഞാൻ മാതാവ് ഈശോപ്പയിലും കൂടുതൽ അടുത്തു. എനിക്ക് മാതാവ് ഈശോപ്പയിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റി. അങ്ങനെ ഇരിക്കെ മാർച്ച് 10-ാം തീയതി ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അതുവരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അവിടെ പോയി ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സിലാണ് ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പ്രതീക്ഷീകരണ പ്രാർത്ഥനയിലും സായന പ്രാർത്ഥനയിലും അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ കരുതിയിരുന്നത് യൂണിവേഴ്സിറ്റിയാണ് എനിക്ക് RP അപ്രൂവൽ തരുന്നതെന്നാണ്. പക്ഷേ അതെല്ലാം ഞാൻ അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് മാർച്ച് 10-ാം തീയതി ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പൗർണമി 1 വീക്കിനുള്ളിൽ RP അപ്രൂവൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഡ്രോപ്പ് ചെയ്യാനേ പറ്റൂ, നമുക്ക് ഇതിലൊന്നും ചെയ്യാനൊക്കത്തില്ല. പുതിയതായിട്ട് ഒന്നേന്നും പറഞ്ഞ് ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് പൈസയെല്ലാം അതേപോലെ മുടക്കി RPക്ക് അപ്രൂവലിന് വേണ്ടിയിട്ട് നമ്മൾ ഡൽഹിയിൽ പോയി. ഇതൊക്കെയായിരുന്നു അവർ അന്നേരം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു, ഇല്ല, മാതാവ് ഈശോപ്പയും തരും, 1 വീക്കിനുള്ളിൽ തന്നെ എനിക്ക് RP അപ്രൂവൽ കിട്ടും, ഉറപ്പാണ് എന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കെ അവരെന്നോട് പറഞ്ഞു, പൗർണമി യൂണിവേഴ്സിറ്റി അല്ല RP അപ്രൂവൽ തരുന്നത്, മജിസ്ട്രേറ്റ് ആണ് RP അപ്രൂവൽ തരുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ മജിസ്ട്രേറ്റിന് അവിടത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഉപ്പിട്ട് എൻ്റെ ഡോക്യുമെൻറ്റ്സിൽ എല്ലാം ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധ്യാനം തീരാറായ സമയത്ത് ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 വീക്കിനുള്ളിൽ അത്ഭുതം പ്രവർത്തിക്കും. അത് വിസയുടെ കാര്യവും പറഞ്ഞിട്ടാണ്, പഠിക്കുന്നതിനെ പറ്റിയിട്ട്, വിദേശ പഠനത്തെ പറ്റി പറഞ്ഞിട്ടാണ് ജോസഫ് അച്ഛൻ പറഞ്ഞത് 1 വീക്കിനുള്ളിൽ അത്ഭുതം പ്രവർത്തിക്കും, അത്ഭുതം ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞത്. അപ്പോഴേ എനിക്ക് വിശ്വാസമായി, മാതാവ് ഈശോപ്പ എനിക്ക് തരും. ഞാൻ കൈവിട്ടില്ല, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി, കൊന്ത ചൊല്ലാറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്, സായന പ്രാർത്ഥനയും പ്രതീക്ഷണ പ്രാർത്ഥനയും ചൊല്ലാറുണ്ട്, ഉപവാസം എടുക്കാറുണ്ട്, എല്ലാം ഞാൻ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാർച്ച് 17-ാം തീയതി 1 വീക്ക് ആയ സമയത്ത് മാർച്ച് 17-ാം തീയതി രാവിലെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് എൻ്റെ തിരിയിൽ 7 തെളിഞ്ഞു. 7 എന്നുള്ളൊരക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല 7 എന്താ വന്നേ എന്നുള്ളത് ആ സമയത്ത് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ മാർച്ച് 17-ാം തീയതിയാണ് 1 വീക്ക് ആവുക. പക്ഷേ അന്നേരവും എനിക്ക് RP അപ്രൂവൽ ഒന്നും വന്നിട്ടില്ല. പക്ഷേ അതെല്ലാം വെയിറ്റ് ചെയ്ത് ഞാൻ ഇരിക്കുന്ന സമയത്ത് അന്നും ഞാൻ പ്രാർത്ഥനയൊന്നും മുടക്കിയിട്ടില്ല. മാതാവ് ഈശോപ്പേ എനിക്ക് ഇന്നല്ലേ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നില്ലല്ലോ എന്നുള്ള രീതിയിലൊന്നും ഞാൻ പരാതി പറയാനോ ഒന്നും കൂട്ടാക്കിയില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, പള്ളിയിൽ പോയി എന്നും ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് മാർച്ച് 18-ാം തീയതി രാവിലെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. എൻ്റെ പ്രാർത്ഥനയെല്ലാം ഞാൻ കറക്റ്റായിട്ട് ചൊല്ലി. അതിന് എനിക്ക് വേണ്ടിയിട്ട് എനിക്കും അമ്മയ്ക്കും ഒരു ലോണിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു വീട്ടിൽ പോകാനുണ്ടായിരുന്നു. അങ്ങനെ മാർച്ച് 18-ാം തീയതി ഞങ്ങൾ ബുധനാഴ്ച ഒരു വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് ലോണിൻ്റെ ആവശ്യത്തിന് നിൽക്കുന്ന സമയത്ത് എനിക്കൊരു കോള് വരുന്നു. അപ്പോൾ കോള് വന്നതെന്ന് പറഞ്ഞാൽ അതിന് മുന്നേ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൗർണമി നമുക്ക് IELTS ഒന്നും കൂടെ നോക്കാം, IELTS നോക്കിയിട്ട് നമുക്ക് അത് ഒന്നും കൂടെ ചെയ്യാം. പക്ഷെ ഞാൻ ആ മെസ്സേജ് കണ്ടില്ല. മാതാവ് ഈശോപ്പയും തരുമെന്നുള്ള അവർ മുൻകൂട്ടി ഇത് വിചാരിച്ചു, പൗർണമിക്ക് ഇത് കിട്ടില്ല, ഇതൊരിക്കലും കിട്ടില്ല, കാര്യം കിട്ടാൻ ചാൻസ് കുറവാണ് എന്ന്, അവസാന നിമിഷത്തിൽ അതൊരിക്കലും കിട്ടില്ല എന്ന് അവരിതാക്കി. പക്ഷെ ഞാനൊരിക്കലും ഇതാക്കില്ല. ഞാനും എൻ്റെ അമ്മയും ഉറച്ചു വിശ്വസിച്ചു മാതാവ് അത് തരുമെന്നുള്ളത്. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് അവർ മാർച്ച് 18-ന് എന്നെ വിളിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം കോൾ എടുക്കുക. പക്ഷേ എങ്കിലും വിചാരിച്ചു കോൾ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കോൾ എടുത്തതും അവരെന്നോട് പറഞ്ഞത്, പൗർണമി നിൻ്റെ RP അപ്രൂവൽ വന്നു കേട്ടോ, ഇപ്പോഴാണ് വന്നതെന്നാണ് പറഞ്ഞത്. എനിക്കത് ഭയങ്കര സന്തോഷമായി. ഞാൻ ആ വീട്ടിൽ ലോൺ എടുക്കാൻ പോയി ആ വീട്ടിൽ നിന്നതും അമ്മ വഴി ഉടമ്പടി എടുത്ത ആൻറ്റി ആയിരുന്നു. ഞാൻ അവിടെ ചെന്ന് ഉടമ്പടി മാതാവിനോട് മുത്തൂട്ടിയിരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓടി അമ്മ അവിടെ നിർത്തിയിട്ട് വീട്ടിൽ പോയി ഞാൻ മാതാവിൻ്റെ മെഴുകുതിരി പ്രതീക്ഷണ പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും ചൊല്ലി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് ഞാൻ മാതാവിനോട് ഈശോപ്പയോടും പറഞ്ഞിട്ടാണ് RP അപ്രൂവൽ വന്നതെന്ന് ഞാൻ ആരോടും പറഞ്ഞു. എൻ്റെ അച്ഛനോട് പോലും ഞാൻ പറഞ്ഞത് RP അപ്രൂവൽ മാതാവിനോട് ഈശോപ്പയോടും പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ വലിയ അനുഗ്രഹം എന്നെ സഹായിച്ചു. അതേപോലെ
മാർച്ച് 18 കൊച്ചിയിലേക്ക് വിസ, അത് നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിസയ്ക്ക് വെക്കാനാണ്. അപ്പോൾ വിസയ്ക്ക് വെക്കാൻ കൊച്ചിയിലേക്ക് സ്ലോട്ടില്ല, എനിക്കിനി കുറച്ച് ദിവസവും കൂടി ഉള്ളു. കാര്യം മാർച്ച് 10 ജോസഫിൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അന്നാണ് അറിഞ്ഞത് എനിക്കിനി മാർച്ച് 31 ഡെഡ് ലൈനാണ്. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റില്ല. മാർച്ച് 31 മുന്നേ ഞാൻ അവിടെ എത്തിയിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പോയി, ഇത് അടുത്തത് നമുക്ക് പുതിയതായിട്ട് ഒന്നുകൂടെ അപ്ലൈ ചെയ്യണമെന്ന് അറിഞ്ഞത്. അതുകൊണ്ട് മാർച്ച് 18 തന്നെ കൊച്ചിയിലേക്ക് വിസയ്ക്ക് വെക്കുന്ന ഇതില്ലായിരുന്നു. അതുകൊണ്ട് ബാംഗ്ലൂർക്കോ ചെന്നൈക്കോ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഞങ്ങൾ പോവാം, ഉറപ്പായിട്ടും പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരത്തേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് അന്ന് ഞാൻ വിസയ്ക്ക് പോവാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പക്ഷേ അന്നേരവും വിസ അപ്പോയിൻമെൻറ്റ് ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് വിസ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല. ഉച്ചയ്ക്ക് നോക്കിയപ്പോൾ സ്ലോട്ട് അവൈലബിൾ അല്ല. എനിക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പൈസയുടെ ഓപ്ഷൻ, പേയ്മെൻറ്റ് ചെയ്യുന്ന ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് അത് കട്ടായി പോവുകയാണ്, ചെയ്യാൻ പറ്റണില്ല. അപ്പോഴത്തേക്ക് ഞാൻ മാതാവിനെ ഈശോപ്പയും കൂട്ടുപിടിച്ച് ഞാനും അമ്മയും ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ രാത്രിത്തേക്കുള്ളതിന് ബാംഗ്ലൂർക്ക് ചെല്ലാവുന്ന രീതിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് പോയി. ഞങ്ങൾ ഇവിടുന്ന് ചെന്ന് പോകുന്ന വഴിക്ക് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ രാത്രിയിലാണ് 10:15 ട്രെയിൻ. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാര്യം ഞങ്ങൾ അങ്ങനെ ഓരോരിടത്തും ദൂരേക്ക് രാത്രിയിലൊന്നും അങ്ങനെ പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി ജനറലാണ് കിട്ടിയത്. പക്ഷേ കിട്ടിയെങ്കിലും ഞങ്ങൾ ജനറലിൽ കയറാൻ ഞങ്ങൾ അമ്മ മാതാവ് ഈശോപ്പയും ഇതാക്കിയില്ല. ഞങ്ങൾ സ്ലീപ്പറിൽ തന്നെ കയറി കൺവേർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ കയറി. പക്ഷേ കൺവേർട്ട് ചെയ്യാൻ TTR വന്നപ്പം പറ്റത്തില്ല. അത് ഉറപ്പിച്ച് പറഞ്ഞു ഒരിക്കലും കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം കൺവേർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനേ ഇല്ല. ഒന്നാമത് ആൾ കൂടുതലാണ്, അതുകൊണ്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അടുത്ത സീറ്റിൽ നിന്ന് അടുത്ത സീറ്റിലേക്ക് പോയി. അവിടെയും വന്ന് TTR ഇങ്ങനെ തന്നെ പറഞ്ഞു. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ കയറാം, മാതാവ് ഈശോപ്പ ഉണ്ടല്ലോ കൂടെ തന്നെ ഉണ്ടല്ലോ എന്ന് ഉള്ള രീതിയിൽ ഞങ്ങൾ ഉറപ്പിച്ച് നിന്നു. പക്ഷേ അവിടെ ഞങ്ങൾ അങ്ങനെ നിന്ന സമയത്ത് 3-4 പേരുണ്ടായിരുന്നു ജനറലിൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിൽ കയറിയ. പക്ഷേ ഇത്രയും പേര് നിന്നതിൽ എന്നെയും എൻ്റെ അമ്മയും മാത്രം ഒരു പോലീസുകാരൻ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇവർക്ക് 2 പേർക്ക് സീറ്റ് കൊടുക്കണം, ആലുവ വരെയല്ലേ ഉള്ളൂ, അവർക്ക് 2 പേർക്ക് സീറ്റ് കൊടുക്കണം, അവരെ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിലേക്ക് ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയും മാതാവിൻ്റെ ഈശോപ്പയുടെയും വലിയൊരു അനുഗ്രഹം എനിക്കും എൻ്റെ അമ്മയ്ക്ക് ലഭിച്ചു. അങ്ങനെ ഞങ്ങൾ ആലുവ വരെ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. നേരെ ചെന്ന് ഞങ്ങൾ ഇറങ്ങി, അവിടെ ബാംഗ്ലൂർക്ക് ഇറങ്ങി. അവിടുന്ന് വണ്ടിയിൽ 1 മണിക്കൂർ ഉണ്ടായിരുന്നു VFSC ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്ന സമയത്തും ആ ഏജൻസിയിൽ നിന്ന് മാഡം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പൗർണമി നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടില്ല, നമ്മൾ അപ്പോയിൻമെൻറ്റ് കിട്ടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്നോട് മാഡം പറഞ്ഞതെന്ന് പറഞ്ഞാൽ പൗർണമി ഒന്ന് കയറി സംസാരിച്ച് നോക്കുമോ, അപ്പോൾ എന്താണെന്ന് ഉള്ളതിൻ്റെ കാര്യം പൗർണമിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞൊന്ന് സംസാരിച്ച് നോക്കുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോഴും എനിക്കറിയില്ല, അങ്ങനെ സംസാരിച്ച് ഒരിക്കലും അത് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു അവരെന്താ പറയുന്നത് നോക്കാൻ. ഞങ്ങൾ നേരെ ചെന്ന് അവിടുത്തെ ബാംഗ്ലൂർ VFSC അവിടെ ഒരു മാളായിരുന്നു, ആ മാളിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി. അവിടെ നിൽക്കുന്ന സമയത്ത് എന്നോട് മാതാവ് ഈശോപ്പ തന്നെയാണ് ഇങ്ങനെ പറയുന്നു, നീ ഒന്നും കൂടെ അവരുടെ അടുത്ത് പറഞ്ഞു നോക്ക്, ഒന്നും കൂടെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ പറഞ്ഞു നോക്ക് എന്ന് എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്നുകൂടെ അവിടെ വിളിച്ചു, അവിടുത്തെ മെയിൻ സാറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സാറേ ഒന്നും കൂടെ ഒന്ന് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ അപ്ലൈ ചെയ്ത് നോക്കുമോ, ഉറപ്പായിട്ടും കിട്ടും സാർ, ഒന്നും കൂടെ ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ട്രൈ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ അത് അറിയാൻ വേണ്ടിയിട്ട് നല്ല ലേറ്റ് ആവും, നമുക്കത് ട്രൈ ചെയ്ത് എപ്പോഴാണ് കിട്ടുന്നതെന്ന് ഒന്നും അറിയാൻ വയ്യ. അതുകൊണ്ട് ഞാനും അമ്മയും കൂടെ അടുത്തൊരു റൂം എടുത്ത് അങ്ങോട്ടേക്ക് മാറാം, അവിടെ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാനും അമ്മയും ആ മാളിൻ്റെ മുമ്പിൽ നിന്ന് കരയുമോ, ഞങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല, ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. അതാണ് ഞങ്ങൾ വന്നത്. മാതാവിൽ ഈശോപ്പയിലെ വിശ്വാസത്തിൽ മാത്രമാണ് ഞങ്ങൾ ആ ബാംഗ്ലൂർക്ക് എത്തിയത്. ബാക്കി എല്ലാ മാതാവ് ഈശോപ്പയും തീരുമാനിക്കുന്നത് പോലെ എന്ന് പറഞ്ഞ് റൂം എടുത്തു. ഞങ്ങളവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളവിടെ ചെന്നു, ഫ്രഷായി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനും അമ്മയും ജപമാല ചൊല്ലി, ഞങ്ങൾ സായന പ്രാർത്ഥനയും പ്രതീക്ഷണ പ്രാർത്ഥനയും ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 3 മണി സമയമായിരുന്നു. ഒരു 3 മണി സമയത്ത് എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു പൗർണമി അപ്പോയിൻമെൻറ്റ് കിട്ടി, പിറ്റേ ദിവസം 20-ാം തീയതി 4 മണിക്കാണ് പൗർണമിയുടെ അപ്പോയിൻമെൻറ്റ്, നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേറെ ആരുടെയും കഴിവോ ഒന്നും കൊണ്ടല്ല, അത് മാതാവ് ഈശോപ്പയും തന്നെയാണെന്ന് ഞാൻ ഏജൻസിയോട് തുറന്ന് തന്നെ പറഞ്ഞു. കാര്യം എനിക്ക് പറയേണ്ട കാര്യമുണ്ട്, കാര്യം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അത് മാതാവ് ഈശോപ്പയും തന്നെയാണ്, ഞാൻ ഉറച്ച് തന്നെ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു. 20-ാം തീയതി മാർച്ച് 20-ാം തീയതി ആയിരുന്നു എനിക്ക് VFSCയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് 4 മണിക്ക്. അങ്ങനെ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞു. അവിടെ കയറിയപ്പോൾ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, തൈലം തേച്ച്
വെച്ച് ഞാൻ കുരിശ് വരച്ച് തേനും കഴിച്ച് ഉപ്പുമായിട്ടാണ് ഞാൻ VFSയുടെ ഉള്ളിലേക്ക് കയറിയത്. ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു VFSയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ. ഞാൻ കയറിയിട്ടില്ല, എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ അവിടെ എല്ലാം എന്നെ ഇങ്ങനെ കാണിച്ചു തരുക, നീ ഇതിലേ പോ, ഇതാണ് നിൻ്റെ വഴി. എല്ലാവരും ഓരോരുത്തർ നിന്ന് എന്നോട് പറഞ്ഞു തരുക, ഇതാണ്. ഞാൻ ആ വഴി എല്ലാം പോയി. മാതാവ് ഈശോപ്പയും കറക്റ്റ് സ്ഥലത്ത് തന്നെ എന്നെ കൊണ്ടെത്തിച്ചു. ഞാൻ അവിടെ നോക്കിയപ്പം ഒരുപാട് കൺട്രിയുടെ ഫ്ലാഗ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പോണ കൺട്രിയുടെ ഫ്ലാഗ് മാത്രം എനിക്കവിടെ കാണാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് നോക്കിയ സമയത്ത് തന്നെ ഒരു മാഡം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഏത് കൺട്രിയാണെന്ന് ചോദിച്ചു. ഞാൻ ഓസ്ട്രിയ എന്ന് പറഞ്ഞു. ഇവിടെ തന്നെയാണ്, നമുക്കിവിടെ ഇരിക്കുക, ടോക്കൺ വരും, അപ്പോഴത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അതും എന്നെ വിളിച്ചത് മാതാവാണ്. അവിടെ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കാര്യം മാതാവിനെ പോലെ ആരായിരുന്നു എനിക്കവിടെ ഉണ്ടായിരുന്നത്. ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരാളെടുത്തും ഇത്ര നല്ല രീതിയിൽ ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടില്ല. എന്നോട് ആ ആൾ പറയുന്നതും എനിക്ക് ഇത്ര നന്നായിട്ട് മനസ്സിലായിട്ടുമില്ല. പക്ഷേ അവിടെ മാതാവ് ഈശോപ്പ ഇടപെട്ടു. എനിക്ക് കൃത്യമായിട്ട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു, എന്താണ് കാര്യമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇരിക്കുന്ന സമയത്ത് എന്നോട് അവർ പറഞ്ഞു, ഓൾറെഡി ഓസ്ട്രിയ മജിസ്ട്രേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് പൗർണമിയുടെ ഇത് ഇച്ചിരി ഡിലേ ആയിരുന്നു, അപ്പോൾ എത്രയും പെട്ടെന്ന് കാര്യം ചെയ്ത് കൊടുക്കണം എന്നുള്ളത് അതിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് കണ്ടിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഇറങ്ങി വന്നപ്പോൾ അമ്മ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറിപ്പോയത് ഭയങ്കര ടെൻഷനിലാണ്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ചിരിച്ച് ഇതായിട്ടാണ് ഞാൻ അമ്മയുടെ അടുത്തേക്ക് ഓടി വന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, മജിസ്ട്രേറ്റിൻ്റെ മെയിലിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പം മെയിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, അതിനെ പറ്റിയിട്ട് ഒന്നുമേ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു കറക്റ്റ് സമയത്ത് തന്നെ പൗർണമിയുടെ പാസ്പോർട്ട് വരുമെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ VFSയിൽ വിസയ്ക്ക് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് എനിക്ക് 26-ാം തീയതി എനിക്ക് വിസ ഡിസ്പാച്ച് ആയെന്ന് മെയിൽ വന്നു. അതിന് മുന്നേ ഒന്നും പ്രോസസ്സിങ് എന്നേ ഉള്ളായിരുന്നു. പക്ഷേ വിസ ഡിസ്പാച്ച് ആയെന്നൊന്നും മെയിൽ വന്നിട്ടില്ല. കാര്യം വിസയ്ക്ക് വെക്കുന്നതിന് മുന്നേ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് വിസയ്ക്ക് വെക്കാൻ. അപ്പം 26-ാം തീയതി ഡിസ്പാച്ച് ആയെന്ന് മെയിൽ വന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ കഴിഞ്ഞു, ഇന്ന് രാവിലെയെങ്കിലും എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഇന്നത്തെ കൊറിയർ എല്ലാം ഔട്ടായി, ഇനി കൊറിയർ ഒന്നും വരാനില്ല പൗർണമി, മിക്കവാറും തിങ്കളാഴ്ചത്തേക്കായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മോള് വിഷമിക്കേണ്ട, നമുക്കിപ്പോൾ തന്നെ കൃപാസനത്തിൽ പോവാം, മാതാവിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് തന്നെ നിൻ്റെ വിസ ഡിസ്പാച്ചായി നമുക്ക് കിട്ടും എന്നുള്ളത് നിൻ്റെ അടുത്ത് വിളിച്ച് പറയും, നീ അതോർത്ത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് തന്നെ ഞങ്ങൾ ബസ്സിൽ കയറി. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കൃപാസനം എത്താറാവുന്നതിന് കുറച്ച് മുന്നേ ഒരു 3 മണി സമയം ആയപ്പോഴത്തേക്ക് എനിക്ക് ഫോൺ വന്നു, പൗർണമി വിസ വന്നിട്ടുണ്ട്, വിസ ട്രിവാൻഡ്രത്തേക്ക് ഇതായിട്ടുണ്ട്, പൗർണമി കളക്ട് ചെയ്താൽ മതി, നാളെ മാർച്ച് 29-ന് ഞാൻ ഓസ്ട്രിയയ്ക്ക് പോവാണ്. ഇത്രയും നന്ന അമ്മ മാതാവിന് ഈശോപ്പയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. പിന്നെ ആത്മീയമായി എനിക്ക് ഒരുപാട് വളരാൻ പറ്റി. കാര്യം ഞാൻ ഒരുപാട് ദേഷ്യം ഉള്ള ഒരാളാണ്. പക്ഷെ എൻ്റെ ദേഷ്യം എല്ലാം കുറച്ച് എനിക്ക് എല്ലാവരോടും സന്തോഷത്തോടെയും സമാധാനത്തോടെയും പെരുമാറാനുള്ള അനുഗ്രഹം തന്നു. അതേപോലെ തന്നെ ഞാൻ ഒരിടത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ പോയാലും ഞാൻ ഒരു വെള്ളം കുടിക്കാതെ പോലും തിരിച്ച് വീട്ടിലേക്ക് വരാത്തൊരാളാണ്. പക്ഷേ ഒരു കടയിൽ കയറി, പക്ഷേ എനിക്കിപ്പോൾ ഞാനൊരു വെള്ളം കുടിക്കാൻ പോകുമ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും, ഞാൻ വെള്ളം കുടിച്ചാൽ ബാക്കിയുള്ളവരെല്ലാവരും വെള്ളം കുടിക്കാതെ എത്രയോ പേര് ആ റോഡരികിലും കാര്യങ്ങളും ഇരിക്കുന്ന, അവർക്ക് ഫുഡ് മേടിച്ച് അല്ലെങ്കിൽ അവർക്കൊരു ഇത് മേടിച്ച് കൊടുക്കാതെ ഞാൻ ഒരു സ്ഥലത്തുനിന്നും വെള്ളം കുടിക്കാറില്ല. അതിൽ എന്നെ മാതാവ് ഈശോപ്പയും വളർത്തി. അതേപോലെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനുണ്ട്. ഞാനും എൻ്റെ അമ്മയും ആഴ്ചയിൽ എല്ലാവർക്കും ഫുഡ് കൊണ്ട് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ മാതാവിന് ഈശോപ്പയോട് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് RP അപ്രൂവൽ കിട്ടി. പിറ്റേന്ന് തന്നെ ഞാൻ 33 പേർക്ക് എൻ്റെ കൈ കൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കി ഞാൻ എല്ലാവർക്കും പാവപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കുമെന്നുള്ളത്. പക്ഷേ 18-ാം തീയതി എനിക്ക് പറ്റിയില്ല. ഞാൻ 18-ാം തീയതി തന്നെയാണ് RP വിസയ്ക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ 21-ാം തീയതി രാവിലെയാണ് ഞാൻ തിരിച്ച് കൊല്ലത്തെത്തിയത്. അമ്മ തന്നെ ഉച്ച കഴിഞ്ഞ് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഫുഡ് ഉണ്ടാക്കി ഞാൻ 33 പേർക്കുള്ള ഫുഡ് ഞാൻ ഹോസ്പിറ്റലിലും വഴിയരികിലും എല്ലാം ഞാൻ കൊണ്ടു കൊടുത്തു. കാരുണ്യ പ്രവർത്തനം ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ സാക്ഷ്യം കേൾക്കാറുണ്ട്, സാക്ഷ്യം എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്, പത്രം കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ധ്യാനം കൂടി എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്, സ്റ്റാറ്റസ് ഇടാറുണ്ട്, പ്രതീക്ഷണ പ്രാർത്ഥന, സായന പ്രാർത്ഥന എല്ലാം ഞാൻ ചെല്ലാറുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, എൻ്റെ അമ്മ എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് കൃപാസന മാതാവ്. അത് ഒരിക്കലും ഞാൻ പറയാതിരിക്കത്തില്ല, എല്ലായിടവും ഞാൻ പറയും. എൻ്റെ അമ്മ മാതാവ് തന്നതാണ് എൻ്റെ അമ്മ തന്നതാണ് എൻ്റെ അമ്മ മാതാവിനെ. അത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മ മാതാവ് ഈശോപ്പയെ നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. സങ്കീർത്തനം 55:22 വചനമാണ്.
ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ കൂടെ ഇങ്ങനെ പറയുന്നു, വിദേശ വിദ്യാഭ്യാസത്തിന് തടസ്സമുള്ളവർക്ക് വേണ്ടിയിട്ട് ആ തടസ്സം മാറ്റി കൊടുക്കുന്നു. ഓരോ കാര്യം ഈ മകൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ പറഞ്ഞപ്പോഴും ഈശോയിലും അമ്മയിലും കൂടുതൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണ് മെഴുകുതിരിയിൽ 7 എന്ന നമ്പർ എന്നെ കാണിച്ചായിരുന്നു, മൊബൈലിൽ വന്നിരുന്നു. ആ നമ്പർ വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. 17-ാം തീയതിയാണ്. തിരിയിൽ 7 എന്ന് വെളിപ്പെടുത്തിയപ്പോഴോ ഈ മകൾ വിശ്വസിക്കുകയാണ്, അമ്മയുടെ ദിവസമാണ്. പിന്നീടുള്ള ആ 7-ാം തീയതിയിലുള്ള 7 ദിവസം കഴിഞ്ഞപ്പോഴാണ് RP അപ്രൂവലായത്. പിന്നെ ഓരോ കാര്യങ്ങളും ചൊവ്വാഴ്ചയിലാണ് നടന്നതെന്നാണ് ഈ മകൾ പറയുന്നത്. ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന ഈ മകളുടെ ജീവിതത്തിൽ എപ്പോഴും ഈശോയും അമ്മയും കൂടെയുണ്ട്. അച്ഛൻ്റെ ടോക്കിൽ കൂടെയും എഴുതിൽ കൂടെയും മറ്റ് വ്യക്തികളുടെ സാന്നിധ്യം, മറ്റ് വ്യക്തികളിൽ കൂടെയുമാണ് മാതാവിൻ്റെ ഈശോയുടെ സാന്നിധ്യം ഈ മകൾ അടുത്തറിഞ്ഞത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടിയിൽ നമുക്കൊരു പൂർണ്ണ സുരക്ഷിതയാണുള്ളത്. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ഭാരങ്ങളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കാം, അവിടുന്ന് നമ്മെ താങ്ങിക്കൊള്ളും. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണമാണ് നമ്മുടെ കൂടെയുള്ളത്. കൃപാസന പ്രാർത്ഥനയിലൂടെയും ജപമാലയിലൂടെയും വായനയിലൂടെയും ശുശ്രൂഷയിലൂടെയും ഒക്കെ നമ്മുടെ വിശ്വാസം നമുക്ക് ശക്തിപ്പെടുത്താം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും കുലുങ്ങാത്ത ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ മകൾ പറഞ്ഞതുപോലെ അച്ഛനെപ്പോഴും പറയും, വിശേഷവിധിയായിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്, ദൈവത്തോടുള്ള സ്നേഹം നമ്മളെങ്ങനെ കാണിക്കുന്നു എന്ന്. ഈ മകൾ പറഞ്ഞതുപോലെ ഓരോ കാര്യത്തിലും ഞാൻ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവർ വെള്ളം കുടിക്കാൻ ആരെങ്കിലും ഉണ്ടോ, അവർക്ക് ആഹാരം ഉണ്ടോ എന്നുള്ളൊരു കരുണയാണ് മനസ്സിൽ വരുന്നത്. ഇത് ഉടമ്പടി മക്കളെ മാത്രം മറ്റുള്ള മക്കളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നതാണ്. ആ കാരുണ്യവും ആ സ്നേഹവും മറ്റ് മനുഷ്യരോടുള്ള ആ സ്നേഹവും മറ്റുള്ളവർക്ക് വേണ്ടി പൊതിച്ചോറുണ്ടാക്കി കൊടുക്കുവാനുള്ള ആ സന്മനസ്, ആ സ്നേഹം, ആ ദയ, അതെല്ലാം ഉടമ്പടി മക്കൾക്ക് മാത്രമുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും കൂടുതൽ കരുണയോടെ ദൈവത്തിൻ്റെ പരിപാലനം അടുത്തറിയാനായിട്ട് നമുക്ക് സാധിക്കുവാനും മറ്റുള്ളവർക്ക് ആ സ്നേഹം പങ്കുവയ്ക്കുവാനും നമ്മൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, പൗർണമി നാളെയാണ്. ഇന്നാണ് ടിക്കറ്റ് വന്നത്. പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഇന്ന് വരുന്നത്. വഴിയിൽ അമ്മയ്ക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കൃപാസന അമ്മ നമുക്കിത് തരുമെന്ന പൂർണ്ണ വിശ്വാസം. കാരണം ടിക്കറ്റ് എടുത്തേക്കാൻ നാളത്തേനാണ്. നോക്കിക്കേ, മഴ വരുമ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ കുടയുമായിട്ട് പോകുന്നത് പോലെ നാളത്തേനുള്ള ടിക്കറ്റ് എടുത്തിട്ട് വിസ വന്നിട്ടില്ല. അമ്മക്ക് പോകാം, പരിശുദ്ധ അമ്മയുടെ കൃപാസന അമ്മയുടെ ആലയത്തിലേക്ക് പോകാം. പോകുന്ന വഴിക്ക് നമുക്ക് വിസ വരുമെന്ന പൂർണ്ണ വിശ്വാസം. ഇതാണ് വിശ്വാസം, ഉടമ്പടി വിശ്വാസം, ഉടമ്പടി മക്കളുടെ വിശ്വാസം. ആ പൂർണ്ണ വിശ്വാസത്തോടെ പോകുന്ന വഴിക്കാണ് ടിക്കറ്റ് വരികയും വിസ എല്ലാം റെഡിയാവുകയും നാളത്തേന് ഈ മകൾക്ക് പോകേണ്ടതാണ്. ആ മകള് പരിശുദ്ധ അമ്മയോട് നന്ദി പറയാനും മറന്നില്ല. ഇതാണ് ക്രൈസ്തവ മക്കളുടെ സ്നേഹം, കൃപാസന അമ്മയോടുള്ള സ്നേഹം. നമുക്കും ആ സ്നേഹം അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പൗർണമിക്ക് ലഭിച്ച വലിയ അനുഗ്രഹം. കുമാരന് 1000 നന്ദികൾ. എൻ്റെ പേര് അലീന. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. എൻ്റെ ഇളയ കുഞ്ഞിന് വേണ്ടിയിട്ട് സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നത്. ഞാൻ മോനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 10/10/2024 വന്ന് ഉടമ്പടി എടുത്ത് പിറ്റേ മാസം തന്നെ ഞാൻ മോനെ പ്രഗ്നൻ്റായി കഴിഞ്ഞ് 3 മാസം വരെ കുഴപ്പമൊന്നുമില്ലാതെ പോയിരുന്ന പ്രഗ്നൻസിയിൽ 3-ാം മാസം ND സ്കാനിൽ കുഞ്ഞിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. ഡൗൺ സിൻഡ്രോം ഉണ്ടെന്ന് പറഞ്ഞു. ഡബിൾ മാർക്ക് ടെസ്റ്റിൽ ഡൗൺ സിൻഡ്രോം ഉണ്ടെന്ന് പറഞ്ഞു. കുഞ്ഞിനെ അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഡോക്ടർ വിളിച്ച് പറഞ്ഞതിന് ശേഷം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ കടന്നുപോയത്. കുഞ്ഞിൻ്റെ അനക്കം ഏകദേശം ഞാൻ അറിഞ്ഞു തുടങ്ങിയതായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പം സഹിക്കാൻ പറ്റാത്ത വേദനകൾ ഉണ്ടായി. 5-ാം മാസം എന്നിട്ട് ഡോക്ടർ എൻ്റെ സങ്കടം സഹിക്കാൻ വേണ്ടി ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യാം അലീന, ഞങ്ങൾക്ക് ഒരു ടെസ്റ്റും കൂടെ ഞങ്ങൾ ചെയ്യാം. അമ്നോസിൻതസൈസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് കിടക്കുന്ന ഫ്ലൂയിഡ് കുത്തിയെടുത്ത് ടെസ്റ്റിന് അയക്കാം. 1 മാസം കഴിഞ്ഞിട്ട് ടെസ്റ്റിൻ്റെ റിസൾട്ട് വരും. അതും നോർമൽ അല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഇത് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് ഡോക്ടർ തീർച്ചയായിട്ടും പറഞ്ഞു. ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്ത പ്രകാരം ഞാൻ അമ്മയെടുത്ത് പ്രാർത്ഥിച്ചു, അമ്മേ എൻ്റെ കുഞ്ഞിനൊരു പ്രശ്നമില്ലാതെ എനിക്ക് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മാതാവിൻ്റെ മുന്നേ വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പ്രാർത്ഥിച്ചു. അതിൽ പ്രകാരം 1 മാസം എന്ന് പറഞ്ഞ റിസൾട്ട് ഞങ്ങൾക്ക് 15 ദിവസം കൊണ്ട് കിട്ടി. റിസൾട്ട് നോർമലായിരുന്നു. കുഞ്ഞിനൊരു കുഴപ്പവുമില്ല, നോർമൽ ബേബിയാണെന്ന് റിസൾട്ട് വന്നു. ഡോക്ടർ പറഞ്ഞു, എന്നാലും ഫ്ലൂയിഡ് കുത്തിയെടുത്ത് റിസൾട്ടിന് അയച്ചത് കൊണ്ട് ബെഡ് റെസ്റ്റ് വേണം, കാരണം ഫ്ലൂയിഡ് ചിലപ്പം പോവാനുള്ള സാധ്യതയുണ്ട്, അതുവഴി കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് വരും എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ എനിക്ക് 1 മാസം ഫുൾ ബെഡ് റെസ്റ്റ് തന്നായിരുന്നു. ബെഡിൽ നിന്ന് എണീക്കാൻ പാടില്ല, ബാക്കി ജോലികളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോഴെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയായിരുന്നു. അമ്മ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കൂടെ നിന്നായിരുന്നു. ഹസ്ബൻഡ് അടുത്തില്ല, ഹസ്ബൻഡ് പുറത്താണ്. അപ്പോൾ ഈ വിഷമഘട്ടങ്ങളിലെല്ലാം എൻ്റെ കൂടെ നിന്നത് എൻ്റെ അമ്മ മാതാവും ഈ അമ്മയും കൂടെയാണ്, പിന്നെ എൻ്റെ പാരൻസും.
എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ ഉടമ്പടിയിൽ എനിക്ക് ഇച്ചിരി കൂടെ ആഴപ്പെടാൻ പറ്റി, എനിക്ക് മാതാവിനോട് അടുക്കാൻ പറ്റി. എൻ്റെ പ്രാർത്ഥന കൂടി, ഞാൻ ബൈബിൾ സ്ഥിരം വായിക്കാൻ തുടങ്ങി, സ്ഥിരം ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ്റെ ധ്യാനത്തിൽ ഗർഭിണികൾക്ക് വേണ്ടി എന്നും അച്ഛൻ ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുന്നതുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഗർഭിണികളായിരിക്കുന്ന എല്ലാവരും കൈ വയറിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ എന്നും പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു ദിവസം എനിക്ക് പ്രസവത്തോളം എത്തിയിട്ട് നിൻ്റെ പ്രസവം നടക്കാതിരിക്കുമ്പോൾ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള വചനങ്ങൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല, നിൻ്റെ പേര് ചൊല്ലി ഞാൻ വിളിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് ഇഷ്ടം പോലെ വചനങ്ങൾ. എനിക്ക് ബൈബിൾ എടുക്കുമ്പോഴെല്ലാം ഇങ്ങനെ ആശ്വാസമായിട്ടുള്ള വചനങ്ങളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. എൻ്റെ കുഞ്ഞിന് ഒരു ആപത്തും വരാതെ എനിക്ക് കിട്ടി. രണ്ടാമത് ഇതിന് മുന്നേ ഞാൻ മോനെ പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ 2 ദിവസത്തിന് മുന്നേ ഞാൻ മാതാവിനെ സ്വപ്നത്തിൽ കണ്ടായിരുന്നു. മാതാവിനെ കണ്ടു. ഞാനിവിടെ കൃപാസന നടയിൽ നിൽക്കുന്ന 2 വെള്ളി തൊട്ടിൽ കിടക്കുന്നുണ്ട്. ആ തൊട്ടിൽ 2 ഇരട്ട ആൺകുട്ടികൾ. ഈ ആൺകുട്ടികളെ ഞാൻ എടുത്തു വെച്ച് ഉമ്മ വയ്ക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന എല്ലാവരും പറയുന്നു, അത് അവിടെ കിടത്ത്, കുഞ്ഞിനെ അവിടെ കിടത്ത്, നിങ്ങൾ എടുക്കാനുള്ളതില്ല, മാതാവിൻ്റെ നടയിൽ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ അവിടെ കിടത്തെന്ന് പറഞ്ഞു. ഞാൻ അവിടെ കിടത്തി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് വന്നു റിസൾട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കുഞ്ഞിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അറിയുന്നതിന് ഒരാഴ്ചയ്ക്ക് മുന്നേ ഞാൻ മാതാവിനെ വീണ്ടും സ്വപ്നം കണ്ടു. ഇവിടെ ഞാൻ കൃപാസന നടയിൽ വന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൃപാസനത്തിൽ വെള്ളപ്പൊക്കം വരുമ്പോൾ എല്ലാവരുടെ അടുത്തും വീടുകളിൽ പോകാൻ പറഞ്ഞ് അച്ഛൻ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട്. അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴത്തേക്ക് ഈ കടലിരമ്പി വരും പോലെ വെള്ളം പൊങ്ങി വരുന്നുണ്ട്. പക്ഷേ എല്ലാവരും നോക്കുന്നുണ്ട്, ആരുടെ ദേഹത്തും വെള്ളം വീഴുന്നില്ല. വെള്ളം വീഴാതെ ഈ വെള്ളം ഇങ്ങനെ പൊങ്ങി മുകളിൽ പോയിട്ട് അതൊരു മഴത്തുള്ളി പോലെ പൊങ്ങി മുകളിലോട്ട് പോകണം. ആകാശത്ത് പോയിട്ട് അതൊരു മേഘമായിട്ട് മാറിയിട്ട് അത് അമ്മ മാതാവിൻ്റെ രൂപമായി. അമ്മ മാതാവിൻ്റെ രൂപമായപ്പോൾ ഞാൻ നിന്ന് പറയണം, അമ്മ എന്ന് ഞാൻ കിടന്ന് വിളിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും അമ്മേനെ നോക്കുമ്പോൾ അമ്മയുടെ ഇവിടുത്തെ ഈ രൂപം മാറിയിട്ട് അമ്മയുടെ വേറൊരു രൂപം വന്നു. ആ രൂപത്തിൽ മാതാവിൻ്റെ മൂക്കിന് കുറുകെ ഒരു മുറിവുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, അമ്മയുടെ മുഖത്ത് എന്ത് പറ്റി, എന്തിനാണ് ഈ മുറിവെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ എന്നെ നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് ഈശോയുടെ രൂപമായിരുന്നു. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, ഇത് എന്തിനാണ് ഇങ്ങനെ എനിക്ക് കാണിച്ചു തന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് മോന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ അറിയുന്നതും. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയിൽ ഇച്ചിരി കൂടെ ഞങ്ങൾ ബലപ്പെട്ട് വന്നു തുടങ്ങി. എന്നും പ്രാർത്ഥനയിൽ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ റിസൾട്ട് നോർമലായി വന്നതിന് ശേഷം പ്രഗ്നൻസി വീണ്ടും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ പോയി. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും എന്നും തൈലം പൂശുകയും ചെയ്ത് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് 9ാം മാസം സ്കാനിങ്ങിന് ചെന്നപ്പം കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, അതുകൊണ്ട് സെക്ഷൻ ഞങ്ങൾക്ക് നേരത്തെ നടത്തണമെന്ന് പറഞ്ഞു. 1-ാം തീയതി ഡേറ്റ് ഇട്ട് തന്ന്, ജൂലൈ 1-ന് ഡേറ്റ് ഇട്ട് തന്നു. പക്ഷേ ജൂൺ 29 എനിക്ക് പെയിൻ തുടങ്ങി. എനിക്ക് ആദ്യത്തെ പ്രഗ്നൻസി സിസേറിയൻ ആയതുകൊണ്ട് എനിക്ക് പെയിൻ അറിയത്തില്ലായിരുന്നു, ലേബർ പെയിൻ അറിയത്തില്ലായിരുന്നു. വൈകുന്നേരം 6 മണി മുതൽ എനിക്ക് വേദന വന്നു മാറിയും വേദന. അപ്പം ഞാൻ ഈ വേദനയ്ക്കുള്ള ഓയിൻമെൻറ്റുകൾ ഇടുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല. രാത്രി 2 മണിയായപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നീ ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ. അതിന് മുന്നേ ഞാൻ ടോയ്ലറ്റിൽ പോയപ്പോൾ എനിക്ക് ബ്ലീഡിങ്ങും തുടങ്ങിയായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പറഞ്ഞ് ലേബർ റൂമിൽ കയറാൻ പറഞ്ഞ് ചെന്നപ്പോൾ ഹൈ BP ആയതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഈ BP-ക്കുള്ള ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് അവർ ലേബർ റൂമിൽ കയറ്റി. സിസേറിയൻ നടന്നുകൊണ്ടിരുന്നു. സിസേറിയനിലെല്ലാം ഞാൻ മാതാവിനോട് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബോധമുണ്ട്, ശരീരം മാത്രമേ മരവിച്ചിട്ടുള്ളൂ. ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഡെലിവറി നല്ല വൃത്തി കഴിഞ്ഞു. കുഞ്ഞിനെ എനിക്ക് കാണിച്ചു തന്നു. എന്നെ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തു. കുഞ്ഞിനെ NICUലോട്ട് മാറ്റി. കുറച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും അടുത്ത് കിടക്കുന്ന എല്ലാവരുടെയും മക്കളെ ഫീഡ് ചെയ്യിക്കാൻ കൊണ്ടുവന്നു. എൻ്റെ കുഞ്ഞിനെ മാത്രം കൊണ്ടുവരുന്നില്ല. ഞാനപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചു, സിസ്റ്ററെ എന്താണ് എൻ്റെ കുഞ്ഞിനെ അത് കുഞ്ഞിന് ഇത്തിരി ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട്, കുഞ്ഞിനെ NICUക്കകത്ത് വച്ചേക്കുകയാണ്, കുഞ്ഞിനെ ഇപ്പം പുറത്തെടുക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ നീ എനിക്ക് തന്നത് വീണ്ടും ഇങ്ങനെയെന്ന് ചോദിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. വീണ്ടും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത ബെഡിൽ അബോഷനായിട്ടൊരു കുട്ടീനെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കൃപാസനത്തിലെ കൊന്തയും സാധനങ്ങളും അതിനകത്ത് കയറ്റാത്തതാണ്, പക്ഷെ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അത് എടുത്ത് നോക്കിയിട്ട് ഞാൻ അത് നെഞ്ചിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടെ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ വന്ന് പറഞ്ഞു, കുഞ്ഞ് നോർമലായി, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല,
കുഞ്ഞിനെ അന്ന് ഞാൻ എന്നിട്ട് പറഞ്ഞു, മാതാവേ എനിക്ക് ഇന്ന് രാത്രി തന്നെ എൻ്റെ കുഞ്ഞിനെ എൻ്റെ അടുത്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അന്ന് രാത്രി എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കുഞ്ഞിനെ ഫീഡ് ചെയ്യിച്ചിട്ടാണ് തിരിച്ച് കൊണ്ടുപോയത്. അങ്ങനെ നിരവധി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴും അധികം മോന് ആ ബ്രീത്തിങ് ഇഷ്യൂ വന്നതല്ലാതെ വേറെ ഒരു പ്രശ്നവും പിന്നെ ഇവന് 7 മാസമായി ഇതുവരെ ഒരു കുഴപ്പവും എൻ്റെ കുഞ്ഞിന് വന്നിട്ടില്ല. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയ സമയങ്ങളിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പത്രം കൊടുക്കുകയും ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പ്രഗ്നൻസിൻ്റെ കോംപ്ലിക്കേഷൻസൊക്കെ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും എൻ്റെ ഹസ്ബൻഡിന് പറ്റുന്ന രീതിയിൽ എല്ലാവരെയും സഹായിക്കാൻ പുള്ളി ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുമുണ്ട്. യെശയ്യാ 43:1-3 വരെ തിരുവചനങ്ങൾ. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളൽ ഏൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിൻ്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ്. അലീന എന്ന ഈ മകൾ തൻ്റെ 2ാമത്തെ കുഞ്ഞിന് ഗർഭവതിയായിരിക്കുന്ന നാളുകളിൽ ഡോക്ടർമാർ പറഞ്ഞ വളരെ ഗുരുതരമായ ആരോഗ്യ വിഷയങ്ങളിൽ അമ്മ മാതാവിൻ്റെ അരികിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് നിരന്തരം ആ ഗർഭകാലം മുഴുവനും അമ്മയുടെ കരങ്ങളിലേക്ക് ഉദരത്തിലുള്ള കുഞ്ഞിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതിൻ്റെ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവെച്ചത്. മകൾ സൂചിപ്പിച്ചു, അബോർഷൻ വേണമെന്ന് തുടർച്ചയായി ഡോക്ടർമാർ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെയും അമ്മയുടെ കരങ്ങളിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചു കൊടുത്ത് അമ്മ മാതാവ് ഡൗൺ സിൻഡ്രം ആണെങ്കിലും ആരോഗ്യ വിഷയം എന്തു തന്നെയാണെങ്കിലും പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി ഈശോ ഈ ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകുമെന്ന പ്രത്യാശയോടെ മുന്നോട്ട് പോയി. ആ ഡെലിവറിയുടെ നാളുകളിലും ഏറെ ക്ലേശം മകൾ അനുഭവിച്ചപ്പോഴും അല്പം പോലും പതറാതെ പൂർണ്ണമായും അമ്മയുടെ കരങ്ങളിലേക്ക് മകളുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഡെലിവറിക്ക് ശേഷം കുഞ്ഞിന് ആരോഗ്യ വിഷയങ്ങളുണ്ടെന്ന് നഴ്സുമാർ അറിയിക്കുമ്പോഴും തൊട്ടടുത്തുള്ള കട്ടിലിലുള്ള ആ കൃപാസനം പത്രവും അമ്മ മാതാവിൻ്റെ ജപമാലയും എടുത്ത് വായിക്കുവാനും ജപമാല ചൊല്ലുവാനും അമ്മയുടെ കരങ്ങളിൽ തന്നെ ഏതവസ്ഥയിൽ കുഞ്ഞിപ്പോഴാണെങ്കിലും അത് സൗഖ്യത്തിലേക്കും ഈ അടുത്ത മണിക്കൂറുകളിൽ തന്നെ എൻ്റെ നെഞ്ചിലേക്ക് കൊണ്ടുവരുവാനും അമ്മ മാതാവിനരികിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുകയും അന്ന് ആദ്യമായി പാല് കൊടുക്കുവാനായി കുഞ്ഞിനെ തൻ്റെ അരികിൽ എത്തിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവച്ചത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ കാഠിന്യമേറിയ അനുഭവ തലങ്ങളിൽ ഏറെ ക്ലേശിച്ച് നമ്മൾ തന്നെ തകർന്നു പോകുന്ന ജീവിതത്തിൻ്റെ ദുരിത നിമിഷങ്ങളിൽ അമ്മയിൽ ആശ്രയിച്ചാൽ അമ്മ ചേർത്ത് പിടിച്ച് പേര് ചൊല്ലി പിടിച്ച് സൗഖ്യം നൽകി ആരോഗ്യവും ശുഭകരമായ ഭാവിയും ഒരുക്കി നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കുമെന്ന് ഈ മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. എല്ലാ ഭാരവും നീക്കിക്കൊടുത്ത് പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞിനെ കൊടുത്തുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുവാൻ കുടുംബത്തെ കൂടുതൽ ബലപ്പെടുത്തി ഈ അൾത്താരയിലേക്ക് അമ്മ ചേർത്ത് വയ്ക്കുകയാണ്. നമ്മുടെ ജീവിത വിഷയങ്ങളെ, രോഗക്ലേശങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച സൗഖ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും. കൊടാനുകൂടി നന്ദി. ഈ വിശുദ്ധ അൾത്താരയിൽ എൻ്റെ 3ാമത്തെ സാക്ഷിയാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 മെയ് 13-ാം തീയതിയാണ്. എൻ്റെ ഉടമ്പടി നിയോഗങ്ങളിൽ വെച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിച്ചു കിട്ടി. എനിക്ക് കിട്ടാതിരുന്ന ഒരു കാര്യമായിരുന്നു എനിക്കിന്ന് സാധ്യമായിട്ട് ഞാൻ ഓടി വന്നത് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്. 2023 ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുമ്പം എൻ്റെ മോളുടെ അടുത്ത് നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്ന നിസാരാന്ന് ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു, UK പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു. എനിക്കത് 2 പ്രാവശ്യം റിജക്റ്റ് ആയപ്പം എനിക്ക് തോന്നി അത് കുഴപ്പമില്ല, എൻ്റെ 2ാമത്തെ മോള് പ്രഗ്നൻ്റായി, അപ്പോൾ എൻ്റെ സാന്നിധ്യം ഇവിടെ വേണം, അതുകൊണ്ട് മാതാവ് മാറ്റി തന്നതാണെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഇപ്പം 3ാമത് വിസയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് മോള് പറയുന്നത് ഇനി ഒരിക്കലും അമ്മയ്ക്ക് വിസയ്ക്ക് കിട്ടില്ല,
കാരണം എൻ്റെ പേര് രണ്ടായിട്ടാണ് കിടക്കുന്നത്. എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഷേർലിന്ന്. ആ പേരാണ് സ്കൂളിൽ ചേർക്കാൻ പോയപ്പം കുട്ടികളുടെ റിക്കാർഡിക്കൽ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല അമ്മയുടെ സ്ഥാനത്ത് ഇട്ടേക്കുന്നത്. എൻ്റെ റിക്കാർഡിക്കൽ മൊത്തം അന്ന അഗസ്റ്റിൻ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി അത് അവർ UK പോയി ഇനി ഒരിക്കലും അവരുടെ റിക്കാർഡ് തിരുത്താൻ പറ്റില്ല, എൻ്റെ റിക്കാർഡും തിരുത്താൻ പറ്റില്ല. അവർക്ക് PR കിട്ടിയതാണ്, ഇനി അവരുടെ റിക്കാർഡ് കൊടുക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു സാഹചര്യം, അതുകൊണ്ടാണ് വിസ റിജക്റ്റ് ആയെന്ന് ഇപ്പോഴാണ് അവർ പറയുന്നത്. ആ കാരണം പറയുന്നത് ഇതുകൊണ്ടാണ് കാരണം എന്നുള്ളത്. അത് നമുക്കറിയത്തില്ലായിരുന്നു. ഇത്രയും നാളും ആ ഒരു കാര്യം നമ്മളെ മാതാവ് മറച്ചു വെപ്പിച്ചു. അങ്ങനെ ഡിസംബറിലാണ് ഈ കാര്യം എന്നോട് പറയുന്നത്. ഡിസംബറിൽ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. എൻ്റെ പാസ്പോർട്ടും ഈ നിയോഗവും കൊടുത്ത് അച്ഛനെ കൈവച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് അതിനുശേഷം അച്ഛൻ ഒരു 7 എന്ന ഗോൾഡൻ ലിപി കാണിക്കുന്നു എന്ന് അച്ഛൻ ഒരു ദിവസം പ്രാർത്ഥനയിൽ പറഞ്ഞിരുന്നു, ഡെയിലി ബ്രെഡിൽ പറഞ്ഞിരുന്നു. അപ്പം മുതൽ ഞാൻ മാതാവിനോട് പറയാൻ തുടങ്ങി, മാതാവേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആ 7 എന്നുള്ളത് ഒരു ഗോൾഡൻ ലിപിയായിട്ട് എനിക്ക് മാറ്റിത്തരണേ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എന്താണെന്നോ എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ പിന്നീട് വിചാരിച്ചു മാർച്ച് 7-ാം തീയതി എൻ്റെ വിസയ്ക്ക് വെക്കാൻ പറ്റുമായിരിക്കും, അതായിരിക്കും എൻ്റെ ഗോൾഡൻ ലിപി എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അന്നൊന്നും സാധിച്ചില്ല. പിന്നീട് എനിക്ക് വിസയ്ക്ക് വെക്കാൻ പറ്റിയത് ഈ മാർച്ച് 19-ാം തീയതി, ഈ കഴിഞ്ഞ ആഴ്ചയാണ് 19-ാം തീയതി വെക്കാൻ പറ്റിയത്. 18-ാം തീയതി വന്ന് ഞാനിവിടെ ഉടമ്പടി പുതുക്കിയിട്ട് ആ വഴിയാണ് ഞാൻ VSFസിലേക്ക് പോയത്. അവിടെ ചെന്ന് ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അവിടെ ആരും ചവിട്ടാത്തടത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇത് കേട്ടപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്കിനി ഒരു രക്ഷയില്ല. കാരണം എൻ്റെ മെറിറ്റെല്ലാം പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മക്കൾ പറഞ്ഞു ഇനി ഇത് വെറുതെ വെക്കുന്നു അത്രേ ഉള്ളൂ, പക്ഷേ കിട്ടൂല എന്ന് അവർക്കറിയാം. കാരണം ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഒന്നാമത് UK ഗവൺമെൻറ് ഭയങ്കര നിയമങ്ങളാണ്. കാരണം ഒരു അമ്മേൻ്റെ പേര് മാറിക്കിടക്കുക എന്ന് പറയുമ്പം ഞാൻ അമ്മയല്ല എന്നാണ് അവരുടെ നിഗമനം. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിന് ഇങ്ങനെ ഒരു തെറ്റ് പറ്റുമോ, 1 and same സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിന് ഇങ്ങനെ ഒരു തെറ്റ് പറ്റുമോ എന്നാണ് അവർ റിപ്ലൈ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അപ്പം പ്രാർത്ഥിക്കാം, വെറുതെ വെക്കാം. ഇനി അമ്മ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ ഇനി ഒരിക്കലും വരാൻ പറ്റൂല, ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് അന്നേരം പറഞ്ഞു, മാതാവിന് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും, സഞ്ചാരി മാതാവാണ്, നിയമങ്ങൾ മാറ്റി എഴുതാൻ പറ്റുന്ന ആളാണ്. എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ മോളുടെ അടുത്തൊന്ന് പോയി കാണണമെന്നും എല്ലാം ഒന്ന് കണ്ട് വരണം, അവിടെയുള്ളവരോടും മാതാവിനെക്കുറിച്ച് പറയണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് അമ്മയൊന്ന് ഒരുക്കി തരണം. ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഈ മാർച്ച് 18-ാം തീയതി വന്നപ്പം 2 ഇംഗ്ലീഷ് കെട്ട് പത്രം വാങ്ങി. ഞാൻ എന്നിട്ട് മാതാവിനോട് പറഞ്ഞു ഇതെനിക്ക് അമ്മേനെയും കൂട്ടി അവിടെ പോയി അവിടെ പ്രേക്ഷിത വേല ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഇതിനു വേണ്ടി അമ്മ എന്നെ ഒരുക്കി തരണം എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഈ 2 കെട്ട് ഇംഗ്ലീഷ് പേപ്പറും വാങ്ങി ഞാൻ എൻ്റെ ബാഗിൽ ഭദ്രമാക്കി വെച്ചു. എന്നിട്ടാണ് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോയത്. ഒരു മെറിറ്റും ഇല്ല. 4 ദിവസം കഴിഞ്ഞപ്പം 19-ാം തീയതി കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പം VSFന്ന് മെയിൽ വന്നു, 8 ആഴ്ച പിടിക്കും ഇതിനൊരു റിപ്ലൈ കിട്ടാൻ എന്നാണ് പറഞ്ഞ് മെയിൽ വന്നത്. അപ്പോഴും മക്കൾ പറഞ്ഞു മമ്മി ഒരു പ്രതീക്ഷയൊന്നും വേണ്ട, മമ്മി മാതാവ് അനുഗ്രഹിച്ചാൽ മാത്രമേ മമ്മയ്ക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം മാതാവിനോട് പറഞ്ഞു ഈ പേപ്പറെല്ലാം വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് എൻ്റെ പാസ്പോർട്ടും എല്ലാ പേപ്പറും എടുത്ത് എൻ്റെ വീട്ടിലുള്ള മാതാവിൻ്റെ പുറകിൽ കൊണ്ടുവച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ പുറകിൽ വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് മാതാവ് വിസ തരുവാണെങ്കിൽ എനിക്ക് അടുത്ത വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് വിസ തരണം, അല്ലെങ്കിൽ എനിക്കിതുകൊണ്ട് ആവശ്യമില്ല, ഈ പാസ്പോർട്ട് കൊണ്ട് എനിക്ക് ആവശ്യമില്ല, അതുകൊണ്ട് എനിക്ക് മാതാവ് വിസ തരണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതവിടെ വെച്ചു. ഇല്ലെങ്കിൽ എനിക്കിതുകൊണ്ട് ആവശ്യമില്ല, ഈ പാസ്പോർട്ടിൻ്റെ ആവശ്യം എനിക്കില്ല, മാതാവിന് പോയി ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മിനിങ്ങാന്ന് വ്യാഴാഴ്ച രാത്രിയുണ്ട് മോൻ വിളിച്ചേക്കുന്നു, മമ്മീൻ്റെ വിസ പാസ്സായിട്ടുണ്ട്, വിസ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഗോൾഡൻ ലിപി എന്ന് പറഞ്ഞത് ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ എനിക്ക് ആ 7 എന്നൊരു ഗോൾഡൻ ലിപി അമ്മ ഒന്ന് സെറ്റാക്കി തരണം എന്ന് ഞാൻ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു.
19-ാം തീയതി വിസയ്ക്ക് കുഴിച്ചു, 25-ാം തീയതി എനിക്ക് വിസ പാസ്സായി എന്നും വിസ അടിച്ചു വന്നു എന്നും പറഞ്ഞിട്ടുള്ള മെസ്സേജ് മെയിലാണ് എനിക്ക് വന്നത്. നോക്കുമ്പം ഈ കറക്റ്റ് 7 ദിവസം കൊണ്ടാണ് എനിക്ക് മെയിൽ വന്നേക്കുന്നത്, വിസ അടിച്ചു എന്നും പറഞ്ഞിട്ട്. മാതാവിനല്ലാതെ വേറെ ആർക്കും ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ദൈവത്തിൻ്റെ അത്രയ്ക്കും ഇടപെടലില്ലെങ്കിൽ ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് പറഞ്ഞു, എനിക്ക് മാതാവിൻ്റെ അടുത്ത് പോയി സാക്ഷ്യം പറയണം, എനിക്ക് വേഗം ടിക്കറ്റ് നിങ്ങൾ എന്നാന്ന് വെച്ചാൽ എടുത്തോ, എന്നിട്ട് വേണം സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ടിക്കറ്റ് നോക്കുമ്പം എനിക്ക് 2-ാം തീയതി അവർ ടിക്കറ്റ്, ഈ ഏപ്രിൽ 2-ാം തീയതിയാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. ഇന്നലെയാണ് ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞ് 2-ാം തീയതിയിലേക്ക് ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അന്നേരം അവർ പറഞ്ഞു മമ്മി വന്നിട്ട് സാക്ഷ്യം പറഞ്ഞാൽ പോരെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോരാ, എനിക്ക് മാതാവിൻ്റെ അടുത്ത് പോയി സാക്ഷ്യം പറഞ്ഞിട്ട് വേണം വരാൻ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. ഇനി എൻ്റെ 2-ാമത്തെ സാക്ഷ്യം. എനിക്ക് 57 വയസ്സാണിപ്പം. ഇതുവരെ എനിക്ക് ഒരു 4 വീലർ ലൈസൻസ് എടുക്കാനോ അങ്ങനെ ഒരു ആഗ്രഹം പോലും ഉണ്ടായിരുന്നില്ല. എനിക്കൊരു വണ്ടി മാതാവ് തന്നു. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, മാതാവ് എനിക്കൊരു ലൈസൻസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, തരുമോ എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ കഴിഞ്ഞ 2025 മെയ്യിൽ ഞാൻ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. അങ്ങനെ ജൂൺ മുതൽ എനിക്ക് ലൈസൻസിന് പഠിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ജൂൺ മുതൽ പഠിക്കാൻ പോയി. എനിക്ക് പഠിക്കാൻ അങ്ങ് പറ്റുന്നില്ല. എത്ര പറഞ്ഞു തന്നിട്ടും ഇത്രയും അവർ പറയും ഏജിൻ്റെയാണ്, പ്രശ്നമില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് പഠിക്കാൻ പറ്റുന്നേ ഇല്ല. എന്നാലും 1 മാസം പോയി. 1 മാസം കൊണ്ട് ഒരുവിധം ഏകദേശം സ്റ്റിയറിംഗ് ഒക്കെ ബാലൻസായി എന്നല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. 1 മാസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് മോളുടെ അടുത്ത് കൊച്ചിനെ നോക്കാൻ വേണ്ടിയിട്ടൊരു ചെല്ലണമെന്ന് പറഞ്ഞ് മോളിങ്ങനെ വിളിച്ചു. പിന്നെ എനിക്ക് ഡേറ്റ് കിട്ടിയേക്കുന്നത് ഓഗസ്റ്റ് 14 ലൈസൻസ് ടെസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടിയേക്കുന്നത്. ഈ കൊച്ചിനെ നോക്കാൻ പോകണമെന്ന് പറഞ്ഞ് വിളിച്ച് പോയാൽ പിന്നെ എനിക്ക് പഠിക്കാൻ പോകാൻ പറ്റില്ല. എൻ്റെ ദിവസങ്ങൾ മൊത്തം പോകും. എൻ്റെ ലൈസൻസ് തൊട്ട് കിട്ടുമോ ഇല്ല, ഒരിക്കലും കിട്ടില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്താ ചെയ്യുക, കൊച്ചിനെ നോക്കാൻ പോകണമെന്ന് പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യുക, എനിക്ക് പഠിക്കുകയും ചെയ്യണം, മാതാവാണ് ഇത് തന്നത്. അപ്പോൾ ഇതൊക്കെ തന്നത് മാതാവാണെങ്കിൽ എനിക്ക് അതിനൊരു അവസരം റെഡിയാക്കി തരണം കേട്ടോ എന്ന് പറഞ്ഞ് പിറ്റേ ദിവസമുണ്ട് മോള് പറയുന്നു, മോളുടെ ഹസ്ബൻഡ് ഹൈദരാബാദിലേക്ക് 1 മാസത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അവരുടെ കമ്പനിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പോകുവാണ്. അതുകൊണ്ട് ഞാനും മോനും കൊച്ചും കൂടി ഇങ്ങോട്ട് വരികയാണ്, മമ്മീൻ്റെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ മാതാവ് ആ ഒരു എൻ്റെ ഒരു സങ്കടത്തിന് എന്താ പറയുക പരിഹാരം ഉണ്ടാക്കി തന്ന് എനിക്ക് പഠിക്കാനുള്ള അവസരമാക്കി തന്നു. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 14 തീയതി ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വണ്ടി ഓടിച്ചപ്പോൾ ഒരു ദിവസം റിവേഴ്സ് ഗിയർ ഇട്ട് ഓടിച്ചു. അത്രയും വഴക്കെന്നെ പറഞ്ഞിട്ടുണ്ട് വണ്ടി ഓടിച്ചിട്ട് ക്ലിയർ ആവാതെ. അങ്ങനെ 14 തീയതി ആയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കൃപാസനത്തിൽ പേപ്പർ കിട്ടിയിട്ടില്ല, 10-ാം തീയതി ആയിട്ടും കിട്ടിയിട്ടില്ല. 11-ാം തീയതി എനിക്ക് പേപ്പർ കൊടുക്കാതെ 1 മാസവും എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. 11-ാം തീയതിയാണ് പറയുന്നത് പേപ്പർ വന്നു എന്ന്. ഓടിപ്പോയി ഞാൻ പേപ്പർ വാങ്ങി. ഈ പേപ്പർ കെട്ടെടുത്ത് അവിടെ ലൈസൻസ് എടുക്കാൻ വന്ന എല്ലാവർക്കും ഞാൻ കൊടുത്തു. എന്നിട്ട് മാതാവിൻ്റെ ഉപ്പ് എടുത്തിട്ട് ഞാൻ വണ്ടീൻ്റെ 4 വീലിൽ ഇട്ടു. സ്റ്റിയറിങ്ങിൽ തൈലം തേച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. എന്നിട്ട് ഞാൻ എച്ചെടുത്ത് എനിക്ക് എച്ച് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ റോഡ് ടെസ്റ്റ് എടുത്തു. റോഡ് ടെസ്റ്റിനും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എൻ്റെ പരിശുദ്ധ അമ്മയാണ് എനിക്ക് ആദ്യത്തെ ഈ ടെസ്റ്റിൽ തന്നെ എന്നെ പാസ്സാക്കി. ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് എനിക്ക് ഈ ലൈസൻസ് തരണം അമ്മ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ എനിക്ക് ഗിഫ്റ്റായിട്ട് മാതാവ് എനിക്ക് ആ ലൈസൻസ് എനിക്ക് തന്നു. അതുപോലെ തന്നെ ഒരിക്കലും എനിക്കൊരു വണ്ടി എടുക്കാൻ പറ്റും, ഒരിക്കലും പഴയ വണ്ടി എടുക്കാം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഹസ്ബൻഡ് ഇരുന്നത്. പുതിയ വണ്ടി എടുക്കാനുള്ളൊരു സാഹചര്യം ഞങ്ങളുടെ കുടുംബത്തിൽ ഇല്ലായിരുന്നു ആ ഒരു സമയത്ത്. ഒത്തിരി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്നതാണ്, എന്നാൽ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടെന്ന് അല്ലാതെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിള്ളേർ പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസയില്ല. പിള്ളേർ പറഞ്ഞു, ഒരു മമ്മി ഒരു വണ്ടി ഇച്ചിരി നല്ല വണ്ടി എടുക്കാം. അപ്പോഴും ഞാൻ പഴയ വണ്ടി എടുക്കാമെന്ന് ഹസ്ബൻഡ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, മാതാവിനോടാണ് ഞാൻ പറയുന്നത്, വേറെ ഹസ്ബൻഡിനോടൊന്നും ഞാൻ ഇതൊന്നും പറയുന്നില്ല. മാതാവിനോട് പറഞ്ഞു, മാതാവേ വണ്ടി എടുക്കണമെന്ന് പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് പുതിയ വണ്ടി തരുവാണെങ്കിൽ മാത്രമേ അമ്മ തന്നതാണെന്ന് ഞാൻ പറയുള്ളൂ. എൻ്റെ ആഗ്രഹം പുതിയ വണ്ടി എടുക്കണം എന്നാണ്. കാരണം പഴയ വണ്ടി എടുത്തിട്ട് പല പ്രാവശ്യം എടുത്തിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഭയങ്കര പൈസ മുടക്കുക എന്നല്ലാണ്ട് നമുക്കൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ മാത്രം എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട ഒരു വണ്ടീൻ്റെ പേരും ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് ഇന്ന വണ്ടി മാതാവ് തന്നതാണെങ്കിൽ എനിക്ക് ആ വണ്ടി തരണം എന്ന് പറഞ്ഞു. ഇവർ നോക്കിയപ്പം വേറൊരു വണ്ടിയാണ് വിചാരിച്ചിരുന്നത്, അത് എടുക്കാമെന്ന്.
അപ്പം ഞാൻ പറഞ്ഞു ആ വണ്ടിയാണോ മാതാവേ? അപ്പോഴും ഞാൻ മാതാവിനോടാണ് പറയുന്നത്, മാതാവ് തന്നതാന്ന് പറയണേ എനിക്ക് ഈ വണ്ടി വേണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഉണ്ട് ഈ വണ്ടി ഞാൻ ആഗ്രഹിച്ചുണ്ട് ഒരു വണ്ടി ഫേസ്ബുക്കിൽ ഇത് കണ്ടു, ഇവർ അതിലേക്ക് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇതാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയായിരുന്നു എന്ന് ഞാനിങ്ങനെ പിള്ളേരോട് പറഞ്ഞു. അപ്പോൾ അവർ വേഗം ആ വണ്ടിക്ക് വേഗം ഓർഡർ ചെയ്തു. ഒരിക്കലും പ്രതീക്ഷിക്കാതെ എന്താ പറയുക, ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിൽ EMI ആയിട്ട് ഞങ്ങൾക്കൊരു പുതിയ വണ്ടി എടുത്ത് മാതാവ് തന്നു. അതാണ് ആ വണ്ടി തന്നതാണ് എനിക്ക് ലൈസൻസ് പഠിക്കാനുള്ള, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ളൊരു ആഗ്രഹവും വന്നത് ഇത്രയും കാലത്തിനിടയ്ക്ക്. അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല. പിന്നെ ഒത്തിരി കോടാനുകോടി അനുഗ്രഹങ്ങൾ, എന്ത് ചോദിച്ചാലും എനിക്ക് പറയാൻ പറ്റാത്ത, ആളില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉടമ്പടിയിൽ വെച്ച് ഈ 9 പ്രാവശ്യം ഉടമ്പടിയിൽ വെച്ച എല്ലാ അനുഗ്രഹങ്ങളും എല്ലാം തന്നെ എനിക്ക് മാതാവ് സാധിച്ചു തന്നു. കാരണം എനിക്ക് വെക്കാൻ മറ്റുള്ളവരുടെ കാര്യങ്ങളാണ് ഒത്തിരി വെക്കാനുള്ളത്. രോഗസൗഖ്യങ്ങളായാലും മറ്റുള്ളവരുടെ ഫ്രണ്ട്സിൻ്റെ മക്കളുടെ വിസേൻ്റെ കാര്യമായാലും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് മാതാവ് സാധിച്ചു തന്നു. എല്ലാം ഞാൻ അവർക്ക് വേണ്ടിയാണ് ഞാൻ അധികം ഉടമ്പടിയിൽ വെക്കുന്നത്. എനിക്ക് എന്നെ ഈ അധികം കാര്യങ്ങളൊന്നും, ഞാൻ ഈ വിസേൻ്റെ കാര്യം പോലും ആദ്യം വെച്ചു എന്നല്ലാണ്ട് പിന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല വിസയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ ഈ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ മാത്രമാണ് വിസേൻ്റെ കാര്യം ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിച്ച് വെച്ചത്. അപ്പം നമ്മളൊരു കാര്യം മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടും എന്നുള്ളതിന് 100% ഉറപ്പാണ്, തെളിവാണ്. എൻ്റെ ഈ ജീവിതം കൊണ്ട് എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധ അമ്മയുടെ എന്താ പറയുക, സമയച്ചുരുക്കം എന്ന് പറയുന്നത് ഇതാണ്. 8 ആഴ്ച പിടിക്കും എന്ന് പറഞ്ഞ കാര്യം എനിക്ക് 8 ദിവസം കൊണ്ട് എൻ്റെ വീട്ടിൽ എനിക്ക് കിട്ടി എന്നുള്ളതാണ്. 12 ദിവസം കൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഓടി വന്നത്. ഇന്നലെ രാത്രി തന്നെ ഞാൻ ബസ് ബുക്ക് ചെയ്ത് ഓടി വരുക ചെയ്തത്. ഇത് പറഞ്ഞിട്ട് വേണം എനിക്ക് വേഗം പോകാൻ വേണ്ടിയിട്ട്. പിള്ളേർ പറഞ്ഞു ഇത് വന്നിട്ട് പറയാൻ മതി എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു പറ്റൂല, എനിക്ക് മാതാവിൻ്റെ അടുത്ത് പോയി നന്ദി പറഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നതാണ്. പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് തന്ന ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത വേലയായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പത്രം എല്ലാവർക്കും കൊടുക്കും. ഞങ്ങളുടെ കൂടെ ഒത്തിരി അക്രൈസ്തവരുണ്ട്, അവർക്ക് എല്ലാവർക്കും കൊടുക്കും പത്രം. ഒത്തിരി രോഗികളായിട്ടുള്ളവരുണ്ട്. എനിക്ക് പെട്ടെന്ന് പത്രം കൊടുത്ത് തീർക്കാൻ ഇഷ്ടമല്ല. വേഗം കൊടുത്ത് തീർക്കുമ്പോഴത്തേനും പിന്നെ എനിക്ക് പേടിയാണ്, ഒരു വിഷമമാണ്. കാരണം ഒരു മാസം, അടുത്ത മാസം കഴിയണം അടുത്ത പത്രം കിട്ടണമെങ്കിൽ. അപ്പോൾ ഒരു 3-4 പത്രം ഞാൻ എൻ്റെ ബാഗിൽ വെച്ചേക്കും. ആരെങ്കിലും കാണുമ്പം വിഷമം പറയുന്നവർക്ക് ഞാൻ മാതാവിൻ്റെ അവസ്ഥ പറഞ്ഞിട്ട്, മാതാവിൻ്റെ കാര്യം പറഞ്ഞിട്ട് എൻ്റെ അവസ്ഥ അവരോട് പറയും, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയും. എന്നിട്ട് ഞാൻ അവർക്ക് പത്രം കൊടുക്കും. അതിന് വേണ്ടിയിട്ട് 3-4 പത്രം ഞാൻ സൂക്ഷിച്ച് വെക്കും. കൂടാതെ എനിക്ക് വിശേഷവിധിയായിട്ട് ഞാൻ ഈ വിസേൻ്റെ കാര്യം വന്നു കഴിഞ്ഞപ്പം എനിക്ക് വിശേഷവിധിയായിട്ട് എന്താ ചെയ്യാൻ പറ്റുന്ന മാതാവേ എന്ന് ഞാനിങ്ങനെ മാതാവിനോട് ഇങ്ങനെ പല പ്രാവശ്യം ചോദിച്ചിരുന്നു. അപ്പം ബൈബിള് വായിച്ച സമയത്ത് എനിക്ക് മാതാവ് ഇങ്ങനെ മനസ്സിൽ തോന്നിച്ചു, നീ ബൈബിള് വായിച്ചിട്ട് യൂട്യൂബിലിടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്ങനെ യൂട്യൂബിലിടാൻ? ഞാൻ ബൈബിൾ വായിച്ചിട്ട് യൂട്യൂബിലിടാൻ എനിക്ക് അറിയത്തില്ല, എങ്ങനെ എടുക്കണ്ടേ? മാതാവ് എനിക്ക് പറഞ്ഞു തന്നു, നീ ബൈബിൾ വായിച്ചിട്ട് യൂട്യൂബിടുക. ഹസ്ബൻഡിനോട് പറഞ്ഞു യൂട്യൂബിൽ എനിക്കിതൊന്ന് ഡൗൺലോഡ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചപ്പം ഫസ്റ്റിലെ ഒരു ദിവസം ചെയ്തു തന്നു, രണ്ടാമതും ചെയ്തു തന്നു. 3-ാമത്തെ ദിവസം എന്നോട് ഞാൻ പറഞ്ഞു പഠിക്കാൻ പറഞ്ഞു. ഞാൻ തന്നെ പഠിച്ചു. പിന്നെ എല്ലാ ദിവസവും മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം മുതൽ ഇപ്പം മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം വരെ ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ട് ഞാൻ ഇട്ടു. അത് ഓരോ ദിവസവും ഓരോ അധ്യായം ഞാൻ ഇടുന്നുണ്ട്. അന്നാസ് മീഡിയ എന്നൊരു പേരും കൊടുത്തിട്ടാണ് ഞാൻ അതിനകത്ത് ഇടുന്നത്. അപ്പം പിന്നെ അത് എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുക്കും. കാണാൻ പറ്റാത്തവർക്ക് വായിക്കാൻ വേണ്ടിയിട്ട്, കേൾക്കാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കും. കൂടാതെ എനിക്ക് പ്രേക്ഷിത വേലയായിട്ട് ചെയ്യുന്ന രോഗികളെ, ഞാൻ ഒരു ആശ്രമത്തിൽ പോകുമായിരുന്നു ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് എല്ലാവരും സാക്ഷ്യത്തിൽ പറയും രോഗികളെ കുളിപ്പിക്കാൻ അവസരം കിട്ടിയെന്നൊക്കെ. എനിക്ക് അതിനുള്ള അവസരം കിട്ടിയിട്ടില്ലായിരുന്നു. എനിക്ക് ഇതിന് സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കൊന്ന് രോഗികളെ കുളിപ്പിക്കാനുള്ളൊരു അവസരം തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ വേറെ ആരും ഇല്ല, അപ്പോൾ സിസ്റ്ററും ഇല്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഇവരെ കുളിപ്പിക്കാവോ എന്ന് ചോദിച്ചു. എനിക്കത് വലിയ സ്വർഗം കിട്ടിയ പോലെ ആയിപ്പോയി. ഞാൻ അവരെല്ലാവരെയും കുളിപ്പിച്ച് അവരുടെ ഇട്ട വസ്ത്രങ്ങളെല്ലാം അലക്കി കൊടുത്ത് അതെല്ലാം കഴിഞ്ഞേച്ചാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ എല്ലാവരുടെ അടുത്ത് രോഗികളായിട്ട് ആസ്പത്രിയിൽ മരുന്ന് വാങ്ങാൻ പോകാൻ പൈസ ഇല്ല എന്ന് പറയുന്നവരുടെ അടുത്ത് ഞാൻ ഓടിച്ചെല്ലും. എന്തെങ്കിലും എന്നെക്കൊണ്ട് കഴിയാൻ പറ്റുന്നത്, പ്രാർത്ഥന കൊണ്ടും പൈസ കൊണ്ടായിട്ടായാലും, ചെറിയ ചെറിയ പൈസ ആയാലും എനിക്കില്ലെങ്കിൽ, എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ഞാൻ ചെയ്യിക്കും. അവർക്ക് ഇന്നത് കൊടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത വേലകൾ ആയിട്ട് ചെയ്യുന്നത്. എൻ്റെ ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഇനിയും ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.
പ്രഭാഷകൻ്റെ പുസ്തകം 47-ാം അധ്യായം 6-ാം തിരുവചനം. 10,000ങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് അവർ അവനെ മഹത്വത്തിൻ്റെ കിരീടം അണിയിച്ചു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രതി അവർ അവനെ സ്തുതിച്ചു. അന്ന എന്ന ഈ സഹോദരി അസാധ്യ കാര്യങ്ങളുടെ സാധ്യതയുമായി പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും നന്ദി പറയുവാനാണ് 3ാമത്തെ സാക്ഷ്യവുമായി അൾത്താരയിലേക്ക് കയറി വന്നിരിക്കുന്നത്. പരിശുദ്ധ അമ്മയോട് ആഗ്രഹത്തോടെ എന്തു തന്നെ ചോദിച്ചാലും ഈശോയിൽ നിന്ന് അത് പ്രാപിച്ചു തരും എന്ന് ഏറ്റുപറയാനാണ് ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനത്തോടെ അന്ന ഇവിടെ എത്തിയിരിക്കുന്നത്. മകളുടെ അടുത്തേക്ക് വിദേശത്തേക്ക് പോകാനായി വിസ ശരിയാക്കുമ്പോഴുള്ള പാസ്പോർട്ടിലെ പേരിൻ്റെ കറക്ഷന് വേണ്ടി പല പ്രാവശ്യം സമീപിച്ചിട്ടും പോകാൻ സാധ്യത ഇല്ല എന്ന് തീരുമാനം വന്നപ്പോഴാണ് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയെ മധ്യസ്ഥം അപേക്ഷിച്ച് ഈ മകൾ പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ 7 എന്ന ഗോൾഡൻ നമ്പർ സന്ദേശത്തിലൂടെ ലഭിക്കുകയും ചെയ്തപ്പോൾ ആ 7 വേണ്ടി കാത്തിരുന്ന് പരിശുദ്ധ അമ്മ പ്രോമിസ് ചെയ്ത എല്ലാം തന്നെ സാധിച്ചു തരുമെന്നുള്ള വലിയ ഉറപ്പിൽ വിശ്വാസത്തിൽ ഈ മകൾ ഉടമ്പടി കൃത്യമായി പാലിക്കുകയും വലിയ വലിയ ആഗ്രഹങ്ങളോടെ ഈശോയെ സ്നേഹിക്കുകയും ചെയ്തതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയോട് എപ്പോഴും സംസാരിക്കുവാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ ജീവിത പ്രശ്നങ്ങളെയെല്ലാം സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ലഘൂകരിച്ചു കൊടുത്തതിൻ്റെ ഒരു വലിയ സാക്ഷ്യം കൂടി അമ്മ ഏറ്റുപറയുകയാണ്. അന്നയ്ക്ക് പറയാനുള്ളത്, ഞാൻ എന്തെല്ലാം കാര്യം ഉടമ്പടിയിൽ അല്ലാതെയും ഉടമ്പടി നിയോഗത്തിലല്ലാതെയും ഞാൻ പ്രാർത്ഥിച്ചോ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതെല്ലാം പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള രോഗസൗഖ്യം, മറ്റുള്ളവരുടെ കരുണ കാണിക്കുവാനും കാരുണ്യപ്രവൃത്തികൾ ചെയ്യുവാനും ഓരോ സമയത്തും കൃത്യമായി ആളുകളെ മനസ്സിലാക്കി പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ പത്രങ്ങൾ എത്തിച്ചു കൊടുക്കുവാനും ഈശോയെക്കുറിച്ച് സംസാരിക്കുവാനും പരിശുദ്ധ അമ്മ നമ്മെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും ഈശോയെക്കുറിച്ച് സംസാരിക്കുവാനുള്ള ഒരു വലിയ അനുഭവമാണ്, ഒരു വലിയ കൃപയാണ് ഈ മകൾക്ക് ഉടമ്പടി പാലിക്കുമ്പോൾ ലഭിക്കുന്നത് എന്നാണ് ഈ മകൾക്ക് ഏറ്റുപറയാനുള്ളത്. അതുപോലെ തന്നെ വയസ്സ് എന്ന് പറയുന്നത് ഒരു വെറും നമ്പർ മാത്രമാണ് എന്ന് മകളേറ്റ് പറയുകയാണ്. 57ാമത്തെ വയസ്സിലാണ് 4 വീലറിനുള്ള ലൈസൻസ് എടുക്കുവാനും വാഹനം ഓടിക്കുവാനുമുള്ള ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മകൾക്ക് ഉടമ്പടിയിലൂടെ ലൈസൻസ് ലഭിക്കുവാനുള്ള 4 വീലറിൻ്റെ ലൈസൻസ് ലഭിക്കുവാനുള്ള വലിയ അനുഗ്രഹമുണ്ടായി. അതുപോലെ തന്നെ ദൂരവും വയസ്സുമെല്ലാം ഒരു നമ്പർ മാത്രമാണെന്ന് ഇന്ന് ഈ മകളേറ്റു പറയുകയാണ്. പരിശുദ്ധ അമ്മ നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈശോയ്ക്ക് ആ ഒരു ഗ്രീൻ സിഗ്നൽ കൊടുത്താൽ നമുക്ക് വയസ്സൊരു പ്രശ്നമല്ല. ഈശോയെ സ്നേഹിക്കുവാൻ നമുക്ക് വയസ്സോ അല്ലെങ്കിൽ നമ്മുടെ പ്രാരാബ്ദങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ അസ്വസ്ഥതകളോ ഒന്നും തന്നെ ഒരു പ്രശ്നമല്ല. സ്നേഹത്താൽ തന്നെ വീട്ടപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ജീവിതത്തിലൂടെയാണ്. അതിന് ഉടമ്പടി നമ്മെ അനുഗ്രഹിക്കുന്നു, നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മെ ഈശോയിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നതെന്ന് അന്ന ഏറ്റു പറയുകയാണ്. മകൾ പറയുകയുണ്ടായി, എനിക്ക് സ്വർഗാരോഹണ തിരുനാളിൽ തന്നെ എനിക്ക് ഒരു ഗിഫ്റ്റ് തരണം പരിശുദ്ധ അമ്മയുടെ. നമുക്ക് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഞാൻ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും എന്ത് ഗിഫ്റ്റാണ് കൊടുക്കുന്നത്? ഇത് റിട്ടേൺ ഗിഫ്റ്റിൻ്റെ കാലമാണ്. ഒരു ഗിഫ്റ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ 2 ഗിഫ്റ്റ് ഞാൻ ഈശോയ്ക്ക് കൊടുക്കുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. നമുക്കെപ്പോഴും ഒരു കടം വരാതെ, ഒരു കടബാധ്യതയില്ലാതെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു ചവിട്ടുപടി കൂടിയാണ് ഉടമ്പടി എന്ന് നമുക്ക് ഓർത്തെടുക്കാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് ഈശോയോടും അമ്മ മാതാവിനോടും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ജിസ്മ, ഇതെൻ്റെ അമ്മ ജിജി മാർട്ടിൻ. ഞങ്ങൾ വരുന്നത് ഫോർട്ട് കൊച്ചി ലിറ്റിൽ ഫ്ലവർ ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ 3-ാം തീയതി 2025 അമ്മയാണ് ഇവിടെ ആദ്യം വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കങ്ങനെ ഉടമ്പടി എടുത്താലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ തോട്ട്സൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാനിവിടെ കൃപാസനത്തിൽ 2-3 പ്രാവശ്യമൊക്കെ ഞാൻ വന്ന് പ്രാർത്ഥിച്ച് പോയിട്ടുണ്ട്. എനിക്ക് വിദേശത്ത് പോയി പഠിക്കുവാനായിരുന്നു ആഗ്രഹം. സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് പലപ്പോഴും എനിക്ക് അതിനൊന്നും പലതും ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഒന്നും നടക്കാതെയൊക്കെ പോയിട്ട്. അങ്ങനെയാണ് ജർമ്മനിയിൽ പോയി പഠിക്കുവാനുള്ള ഒരു ഇതൊക്കെ ഞാൻ അറിഞ്ഞത്. ആ സമയത്ത് ഞാൻ കൃപാസനത്തിൽ വരും, പക്ഷെ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാറുള്ള ഒരാളാണ്. പക്ഷെ മാതാവിനായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ അങ്ങനെ എനിക്ക് ഇതുവരെ മീൻസ് ആ സമയത്തൊന്നും എനിക്ക് തോന്നിയിട്ടില്ല.
അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ ഇടയ്ക്ക് എന്നോട് തന്നെ ചോദിക്കാറുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുമില്ല അതൊക്കെ എന്താണെന്നുള്ളത്. അങ്ങനെ ഞാൻ ജർമ്മൻ പഠിച്ചു, B2 വരെ ഞാൻ പഠിച്ചു. അതിനുശേഷം എക്സാമിൻ്റെ സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി എടുക്കുന്നത് ഞാൻ അമ്മയോടൊക്കെ എപ്പോഴും പറയും അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ള ഒരിതിലായിരുന്നു പറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഉടമ്പടി എടുക്കാനുള്ളൊരു മെയിൻ കാരണം ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ദേവാലയമാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു ദേവാലയം പോലെ ഒരു സ്ഥലം, അവിടെ ഇങ്ങനെ എണ്ണ എന്തോ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനത് സ്വീകരിക്കാതെയാണ് ഇറങ്ങിപ്പോകുന്നത്. അതിനുശേഷം വീണ്ടും ഞാൻ ഒരു സ്വപ്നം കൂടെ കണ്ടു. ജോസഫച്ചൻ്റെ ബ്ലെസ്സിങ് നീ മേടിക്കാതെയാണോ പോകുന്നത്, അങ്ങനെ ഒരു സ്വപ്നം കൂടെ ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിൽ പറഞ്ഞു എനിക്ക് ഉടമ്പടി എടുക്കാനായിരിക്കും അമ്മ വിളിക്കുന്നത്, അമ്മ മാതാവ് വിളിക്കുന്നത് എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. അപ്പം ഞാൻ തന്നെയാണ് എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഉടമ്പടി എടുക്കാൻ നമുക്ക് പോകാം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ എക്സാം ആ സമയത്ത് ഞാൻ എഴുതാനായിട്ട് പോകാൻ നിൽക്കുന്ന ടൈമും കൂടെ ആയിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം നിയോഗം വെച്ചതും അമ്മ മാതാവിനായിട്ടുള്ളൊരു കണക്ഷൻ കിട്ടാൻ വേണ്ടി തന്നെയാണ്. എല്ലാവരും ഭയങ്കര പറയാറുണ്ട് അമ്മ മാതാവ് ഓരോന്നും അനുഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ തന്നതിനെപ്പറ്റി. അപ്പം എനിക്ക് ആ ഒരു അനുഭവം കിട്ടാൻ ഒത്തിരി ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരാൾ കൂടെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതാനായിട്ട് പോയി. കോലാപ്പൂർ ആയിരുന്നു എൻ്റെ എക്സാം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എക്സാം പോയി അറ്റൻഡ് ചെയ്തു. 2 മൊഡ്യൂൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ, ജർമ്മൻ എക്സാം B2-ൻ്റെ. അപ്പോൾ അതെനിക്ക് കിട്ടിയില്ല. അതിനുശേഷം അപ്പോൾ ഉടമ്പടിയിൽ ഞാൻ ആദ്യമൊക്കെ കുറച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉടമ്പടി അങ്ങനെ കൃത്യമായിട്ടൊക്കെ ചെയ്യാതെ ഇരിക്കാറുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ വീണ്ടും ഡേറ്റ് എടുത്തു. അത് ഡൽഹിയിലാണ് ഞാൻ ഡേറ്റ് എടുത്തത്. അങ്ങനെ അതും എക്സാം പോയി എഴുതി. അപ്പോഴൊക്കെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ഉടമ്പടിയിൽ തന്നെയാണ്. അങ്ങനെ ഞാനത് എക്സാം പോയി എഴുതിയിട്ട് അതും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി, കാരണം ഡൽഹി വരെ പോയി അത്രയും ചിലവൊക്കെ കഴിഞ്ഞിട്ടാണ് അതൊരു എക്സാം എഴുതാൻ നിൽക്കുന്നത്. ഇത് പഠിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതെനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഒന്നും കൂടെ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോഴും ഞാനിത് ഉടമ്പടിയിൽ അങ്ങനെ ഒരു പരാതിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിനുശേഷം വീണ്ടും ഞാൻ ആ സമയത്ത് എനിക്ക് ഉടമ്പടി പുതുക്കുന്ന ടൈമായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. എനിക്ക് അമ്മ മാതാവിനെ ഈ കയ്യിൽ പിടിക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു. അതെനിക്ക് ഭയങ്കര ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അതിനുശേഷം എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് ഇനി എഴുതുന്ന എക്സാം എനിക്ക് എന്തായാലും കിട്ടും എന്നുള്ളത് ഭയങ്കര ഉറപ്പായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ അച്ഛനെ കണ്ട്, ജോസഫ് അച്ഛനെ കാണാൻ സാധിച്ചു. അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചിട്ടാണ് ഞാൻ എക്സാമിന് വേണ്ടി പോകുന്നത്. ഈ എക്സാം ഡേറ്റ് കിട്ടുന്നതും എല്ലാം ഞാൻ ടെൽക്ക് എക്സാമാണ് എഴുതിയത്. ആദ്യം ഗോയിത്തയായിരുന്നു, പിന്നെ ടെൽക്ക് എക്സാം ആണ് എഴുതിയത്. അത് 4 മൊഡ്യൂൾ ഒരുമിച്ചാണ് എഴുതാൻ പറ്റുക. ഏതെങ്കിലും ഒന്ന് തോറ്റു കഴിഞ്ഞാൽ നമുക്ക് ആ സിംഗിൾ മൊഡ്യൂളായിട്ട് എഴുതാൻ പറ്റില്ല, ഒരുമിച്ച് തന്നെ എഴുതണം. ഇപ്പം ഏതാണോ തോക്കുന്നത് വീണ്ടും അത് എഴുതുന്നത് എങ്കിൽ നമ്മൾ ആ ഒരു മൊത്തം എമൗണ്ട് നമ്മൾ വീണ്ടും കൊടുത്ത് വീണ്ടും എഴുതണം. അപ്പോൾ ഞാൻ എന്ത് റിസ്ക് എടുക്കാനും എനിക്കൊരു പേടിയില്ല. കാരണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും റിസ്ക് എടുത്ത് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. കാരണം എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എൻ്റെ മാതാവ്, എൻ്റെ ഈശോയാണ്. ആ ഒരു ഇതിൽ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് തന്നെ. അങ്ങനെ ഞാൻ ഇവിടെ ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ച് ഞാൻ എക്സാമിന് പോയി. എനിക്ക് ഡേറ്റൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് ഓരോ രീതിയിലും വഴി തുറന്ന് തന്നിട്ടാണ് ഞാൻ എക്സാം ഡേറ്റ് എനിക്ക് കിട്ടി. വളരെ നല്ല കംഫർട്ടബിളായിട്ടാണ് ഞാൻ എക്സാം അവിടെയുള്ള ആൾക്കാരാണെങ്കിലും നല്ലതായിരുന്നു, അങ്ങനെയൊക്കെ എഴുതിയത്. പക്ഷേ ഒട്ടും എനിക്ക് ആ യാത്രകളൊന്നും തന്നെ സ്മൂത്ത് ആയിരുന്നില്ല. കാരണം ഒത്തിരി പ്രതിസന്ധികൾ എനിക്കുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോഴാണെങ്കിലും പ്രതിസന്ധികൾ ഒത്തിരി എനിക്കുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും പരാതിപ്പെടാറില്ല. ഞാൻ എപ്പോഴും അത് താങ്ക്സ് ആണ് ഞാൻ പറയുന്നത്. താങ്ക് യു ഈശോയെ, താങ്ക് യു അമ്മ മാതാവി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. കാരണം എനിക്കറിയാം അവിടെ എന്തെങ്കിലും ഈശോയുടെ പ്ലാനിങ് അവിടെ വരുന്നുണ്ട്. കാരണം എനിക്കറിയാതെ ഉറപ്പാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് എനിക്ക്. എന്തെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്, അടുത്ത് എന്താ നടക്കാൻ പോകുന്നത്. കാരണം ഈശോയുടെ പ്ലാനിങ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ഞാൻ പോയിട്ട് എക്സാം എഴുതി. എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഉടമ്പടി ഉപ്പും കാശുരൂപവും തൈലവും എല്ലാം തേച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അമ്മ എനിക്കിതൊക്കെ തേച്ച് തരാറുണ്ട്. പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയിട്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഗ്രേ കളർ ഇട്ടിട്ടായിരുന്നു
അവിടെ ഇപ്പം എക്സാം എഴുതുന്ന സമയത്ത് ഒരു ജർമ്മൻകാരി എക്സാം അവിടെ നടത്താനായിട്ട് വരും. അപ്പം ആ ജർമ്മൻകാരി തന്നെ ഡ്രസ്സ് ആഷ് കളറായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. അങ്ങനെ എക്സാം എഴുതി. എക്സാം ഈസി ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിരുന്നില്ല, എന്നാൽ ഭയങ്കര ടഫായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. എനിക്കൊന്നും അറിയില്ല, എന്തൊക്കെ ഞാൻ കാണിച്ചു വെച്ചിട്ട് പോന്നു എന്നല്ലാതെ എനിക്കൊന്നും. ഇപ്പോൾ ഇവരെല്ലാവരും ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, റിസൾട്ട് വരട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ റിസൾട്ട് വന്നു. റിസൾട്ട് 1 മാസം പോലും എടുത്തില്ല, അതിന് മുൻപ് തന്നെ വന്നു. ഞാൻ 4 മൊഡ്യൂളും പാസ്സായി. അതും ഞാൻ എന്തിനാണോ മാർക്ക് കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചത്, ഏറ്റവും കൂടുതൽ മാർക്ക് അതിനായിരുന്നു. എനിക്ക് റൈറ്റിങ്ങിന് ടെൽക്ക് എഴുതുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, റൈറ്റിങ്ങിന് അങ്ങനെ അധികം മാർക്ക് കിട്ടാറില്ല. കൂടിപ്പോയാൽ ഒരു 9 മാർക്ക് 10 മാർക്ക്. എനിക്ക് 22-ന് മേലെ മാർക്ക് ഉണ്ടായിരുന്നു. റൈറ്റിങ്ങിന് ഒത്തിരി പാടാണ് മാർക്ക് കിട്ടാനായിട്ട്. അപ്പം ഒത്തിരി ആ ഒരു 4 മൊഡ്യൂളും എനിക്ക് ആ ഒരൊറ്റ സ്ട്രെച്ചിൽ തന്നെ എനിക്ക് അമ്മ മാതാവും ഈശോയും എനിക്ക് തന്നു. എനിക്കത് വലിയ അനുഭവമായിരുന്നു. അതിനുശേഷം പ്രോസസ്സിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് ഏജൻസി കൊടുക്കും, ഞാൻ ഈശോയോടുത്ത് പറഞ്ഞു എനിക്ക് പൈസയൊന്നും എൻ്റെ കയ്യിൽ അത്രയ്ക്കൊന്നും ഇല്ല. ഇപ്പോഴത്തെ ഏജൻസീസൊക്കെ 4 ലക്ഷവും അല്ലെങ്കിൽ എനിക്ക് അത്രയും പോലും ഒരു 3 ലക്ഷം പോലും എൻ്റെ കയ്യിലില്ല. സത്യം പറഞ്ഞാൽ 10-ൻ്റെ പൈസ ഇല്ലാതെയാണ് ഞാൻ ഇതിനൊക്കെ ഇറങ്ങിത്തിരിച്ചത്. പക്ഷെ ഓരോ സമയത്തും എനിക്ക് പൈസ എവിടെ നിന്നാണ് വരുന്നതെന്ന് തന്നെ എനിക്കറിയില്ല. ഒരു ബുദ്ധിമുട്ടും കൂടാതെ എനിക്ക് പൈസ ലഭിച്ചിട്ടുണ്ട്. ഓരോ എന്താണ് ചെയ്യേണ്ട ആ സമയത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എനിക്ക് എൻ്റെ കയ്യിൽ പൈസ കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോൾ ഭയങ്കരമായിട്ട് അതിശയിച്ചു പോവും. അപ്പം ഈ പറഞ്ഞ പോലെ എക്സാമിൻ്റെ സമയത്ത് പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് എനിക്ക് നല്ലൊരു ഏജൻസി കിട്ടി. അതിന് മുൻപ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വേറൊരു ഏജൻസി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഏജൻസി കൊടുക്കാനായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കൊടുക്കണ്ട എന്നുള്ളത് എൻ്റെ മനസ്സ് പറഞ്ഞു. എന്താണെന്ന് എനിക്കറിയില്ല, അത് അമ്മ മാതാവ് പറയിപ്പിച്ചതെന്നാണ് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം ആ ഏജൻസി കൊടുത്ത എൻ്റെ ഫ്രണ്ട് അവൻ കോൺട്രാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി വെയിറ്റ് ചെയ്തു. പക്ഷെ അവന് കോൺട്രാക്റ്റ് ലഭിച്ചില്ല. കോൺട്രാക്റ്റ് അതായത് ഇൻ്റർവ്യൂ പോലും പിന്നീട് ഒരു ഇൻ്റർവ്യൂ അവന് കൊടുത്തുള്ളൂ, പിന്നീട് കിട്ടിയില്ല. അവനിപ്പോഴും ഒന്നും ആവാണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ ആ ഒരു സ്ഥാനത്ത് വരേണ്ട ഒരാളായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് മാതാവിൻ്റെ ആ ഒരു സംരക്ഷണം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ അവിടെ കൊടുത്തില്ല. ആ സമയത്ത് എനിക്ക് ഏജൻസി ഇങ്ങോട്ട് വഴി തുറന്ന് ഒരു ഏജൻസി എനിക്ക് വന്നു. വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെയായിരുന്നു പ്രോസസ്സിങ് ചാർജ് എല്ലാം. അവിടെ ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തു. പ്രോസസ്സിങ്ങിന് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇൻ്റർവ്യൂ കാര്യങ്ങൾ എല്ലാം വന്നു തുടങ്ങി. അങ്ങനെ ഇൻ്റർവ്യൂ ഞാൻ പ്രിപ്പറേഷൻ ഇരിക്കുമ്പോൾ പോലും എനിക്കങ്ങനെ സ്പീക്കിങ്ങിനൊന്നും വലിയ കാര്യമായിട്ടൊന്നും സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ. ജർമ്മനൊക്കെ സംസാരിക്കാൻ എനിക്ക് ഒത്തിരി പാടാണ്. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ അങ്ങനെ അറിയത്തില്ല അധികമൊന്നും. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ എനിക്ക് പാസ്സായി. ഞാൻ ഇൻ്റർവ്യൂ കിട്ടി. ഇൻ്റർവ്യൂവിന് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു അടയാളം വേണം. കാരണം എനിക്ക് ഈശോയും അമ്മയും കൂടെ തന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു അടയാളം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് അടയാളം കാണണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മരിയ എന്ന പേരുള്ള ഒരു എംപ്ലോയറാണ് എന്നെ ഇൻ്റർവ്യൂ എടുത്തത്. ആ പേര് ഞാൻ അവിടെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഇത് തന്നെയാണ് എൻ്റെ സ്ഥലം. ഞാൻ ഉറപ്പിച്ചു. പിന്നെ മാത്രമല്ല, ഞാൻ പോകുന്ന ഓർഗനൈസേഷൻ്റെ ഹെഡിൻ്റെ പേര്, അതായത് ഹെഡായിട്ടുള്ള ഓർഗനൈസേഷൻ്റെ പേര് മരിയ എന്ന് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കോൺട്രാക്റ്റ് ലഭിച്ചത് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേ മാർച്ച് 3-ാം അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബർത്ത്ഡേയുടെ അന്നത്തെ ദിവസം തന്നെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് ആ ഒരു സമയത്ത് ആ ഒരു വീക്കിലോ അല്ലെങ്കിൽ ആ ഒരു ചുറ്റിപ്പറ്റി എനിക്ക് എന്തെങ്കിലും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അന്നത്തെ ദിവസം എൻ്റെ ബർത്ത്ഡേ എന്നായിരുന്നു അന്നത്തെ ദിവസം ആണ് എൻ്റെ കോൺട്രാക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ജർമ്മൻകാരും എന്നെ വിഷ് ചെയ്തു, ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കത് വലിയ ഗിഫ്റ്റായിരുന്നു. അമ്മ മാതാവിൻ്റെ തന്നെ ഗിഫ്റ്റാണ് എനിക്കത്. കോൺട്രാക്റ്റ് കിട്ടി. അതിനുശേഷം വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി വിസ സബ്മിഷന് ഞാൻ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്തു. അതെല്ലാം വളരെ നന്നായിട്ട് തന്നെ ചെയ്തു. പിന്നെ അതുപോലെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു വിസ സബ്മിഷന് മുൻപ് തന്നെ. അതായത് 17 എന്ന് പറഞ്ഞൊരു നമ്പർ എനിക്ക് ഇങ്ങനെ കാണിച്ചിട്ട് അതിന് താഴെ എൻ്റെ പേര് മേരി ജിസ്മ എന്ന് പറഞ്ഞിട്ടുള്ള പേര്, അതിലാണ് വിസ കാര്യങ്ങൾ കിട്ടാന്നുള്ളത്. അപ്പം ഞാനിവിടെ അമ്മേനോട് പറഞ്ഞു എന്തോ സംഭവം ഉണ്ട് 17-ന് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്, എനിക്ക് മനസ്സിലാവണില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 17-ാം തീയതി ഞാൻ വെയിറ്റ് ചെയ്തു. 17-ാം തീയതി
വിസ വരുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ വന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായില്ല ഇതെന്തായിരിക്കും സംഭവം എന്നുള്ളത്. പക്ഷേ സംഭവം 17ാമത്തെ വർക്കിംഗ് ഡേ, അവിടെ ആക്ച്വലി വിസ പ്രോസസ്സിങ് എല്ലാം സാറ്റർഡേ സൺഡേ ഒന്നും ഇല്ല, വർക്കിംഗ് ഡേയ്സിലാണല്ലോ എല്ലാം ചെയ്യുന്നത്. അങ്ങനെ കൃത്യം എനിക്ക് 17ാമത്തെ വർക്കിംഗ് ഡേയിലാണ് എനിക്ക് ഡെസ്പാച്ച് മെയിൽ വന്നത്. ഇന്നലെ എൻ്റെ വിസ കിട്ടി. ഞാൻ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഞാൻ കുരിശ് വരച്ച് പാസ്പോർട്ടിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിന് ഞാൻ പാസ്പോർട്ട് എല്ലാ ദിവസവും ഞാൻ കൊടുക്കും. ഇത് ചെയ്യുന്നത് വേറെ ആരുമല്ല, അമ്മ മാതാവാണ് ഇതെനിക്ക് ചെയ്തു തരേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഈ 7ാമത്തെ പേജിൽ ഞാൻ കുരിശ് വരക്കും. അപ്പോൾ അമ്മ എന്നെ വഴക്ക് പറയും, ഈ പാസ്പോർട്ടിൻ്റെ ഉള്ളിലൊക്കെ കുരിശ് വരച്ച് വയ്ക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ട്. ഞാൻ 7ാമത്തെ പേജിൽ തൈലം തേക്കുമായിരുന്നു. എന്ത് വന്നാലും കുഴപ്പമില്ല, എനിക്ക് ഇതിലെനിക്ക് അടിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ കുരിശ് വരയ്ക്കുമായിരുന്നു. എനിക്ക് 7ാമത്തെ പേജിലാണ് എനിക്ക് വിസ അടിച്ചു വന്നിരിക്കുന്നത്. പിന്നെ കൃത്യം 17ാമത്തെ വർക്കിംഗ് ഡേയിൽ എനിക്ക് വിസയും ഡിസ്പാച്ച് മെയിൽ വന്നു. ഇന്നലെ എനിക്ക് വിസ കിട്ടി. ഇന്നലെ തന്നെ എനിക്ക് ടിക്കറ്റും എടുത്തു, ഫ്ലൈറ്റ് ടിക്കറ്റ്. ഇപ്പോൾ ഈ വാറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് പോകാനായിട്ട്. ഒത്തിരി നല്ല റേറ്റുമാണ് ഫ്ലൈറ്റിന്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ കൃത്യം പൈസ എത്രയുണ്ടെന്ന് ഈശോയ്ക്ക് അറിയാം. ഈശോ തന്നെയാണ് അത് റെഡിയാക്കി തന്നത്. അപ്പം ഇതും എങ്ങനെ പോവും എന്ന് എനിക്കറിയില്ല കേട്ടോ. റെഡിയാക്കിക്കോളണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവിനോടും ഈശോയോടും. അതുപോലെ തന്നെ ഇന്നലെ തന്നെ എനിക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പറ്റി. എല്ലാം സ്മൂത്തായിട്ട് നടന്നു. വളരെ ടൈം ഷോർട്ടനിങ് എന്ന് പറയുന്ന പോലെ എല്ലാം സ്മൂത്തായിട്ടാണ് നടന്നത്. ഇതെല്ലാം സംഭവിച്ചത് ഒരു 1 മന്ത് അതിനുള്ളിൽ തന്നെയായിരുന്നു. ഇതെല്ലാം എൻ്റെ ഒരു മെറിറ്റ് കൊണ്ടിട്ടല്ല. എനിക്ക് ജർമ്മനിലാണെങ്കിലും ഞാൻ ഒത്തിരി വീക്കാണ്. എന്നേക്കാൾ നന്നായിട്ട് സംസാരിക്കുകയും എന്നേക്കാൾ നന്നായിട്ട് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒത്തിരി പിള്ളേർ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതെല്ലാം എനിക്കറിയാം. ഞാൻ എല്ലാവരോടും ഇവിടെ എനിക്ക് കിട്ടിയ ആ ഒരു അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ എൻ്റെ സ്ട്രെങ്ത് ഇതാണ്, എൻ്റെ ധൈര്യം എന്ന് പറയുന്നത് ഇതാണ് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. സാക്ഷ്യങ്ങൾ ഞാൻ കാണുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ എന്നെപ്പോലെ പഠിക്കുന്ന പിള്ളേരുടെയൊക്കെ സാക്ഷ്യം ഞാൻ കാണാറുണ്ട്. അപ്പോൾ അവിടെയുള്ള ആ പിള്ളേരിങ്ങനെ ഈ പാസ്പോർട്ട് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഞാൻ കരഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പറയുമായിരുന്നു, എനിക്കും ഇതുപോലെ വന്നിട്ട് ഇതുപോലെ എനിക്ക് പിടിച്ചിട്ട് എനിക്ക് കാണിക്കണം, ഈ ഒരു അൾത്താരയിൽ കയറിയിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്ന് തന്നെയായിരുന്നു എൻ്റെ പ്രാർത്ഥന. അതുപോലെ തന്നെ അമ്മ എനിക്ക് സാധിച്ചു തന്നു. ഇതുപോലെ ഒത്തിരി പേര് പഠിക്കുന്നവരുണ്ടാവും. എന്താ പറയുക, ഡ്രോപ്പ് ചെയ്യരുത്, മാതാവ് എന്തായാലും കൂടെ ഉണ്ടാകും, അത് ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങളത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉടമ്പടിയിൽ എന്തായാലും അമ്മ അത് സാധിച്ചു തരും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നത് പത്രം, ഇവിടെ എല്ലാ മാസവും വന്നിട്ട് പത്രം കൊടുക്കുമായിരുന്നു. പത്രം മേടിച്ചിട്ട് ഹോസ്പിറ്റൽസിലും പിന്നെ ഇങ്ങനെ റോട്ടിലൊക്കെയും നമ്മൾ കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഓൾഡ് ഏജ് ഹോമിൽ നമ്മൾ എല്ലാ ആഴ്ചയിലും പോകും. എല്ലാ ആഴ്ചയിലും ഒരു വട്ടം നമ്മൾ ഓൾഡ് ഏജ് ഹോമിൽ, പിന്നെ ഈ കുഞ്ഞ് പിള്ളേരുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പോയിട്ട് അവർക്ക് ഫുഡൊക്കെ കൊടുക്കും. പിന്നെ അല്ലാതെ നമ്മൾ പൊതിച്ചോറ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഞാൻ അമ്മയും കൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ബൈബിൾ വായനയാണെങ്കിലും നേരത്തെ അത്രയും കുറവായിരുന്നു. ഞാൻ എപ്പോഴും എൻ്റെ കൂടെ എൻ്റെ ബൈബിൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. പഠിക്കാനാണെങ്കിലും എവിടെയാണെങ്കിലും ഒന്ന് റൂമിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴാണെങ്കിലും എൻ്റെ കൂടെ എപ്പോഴും ബൈബിൾ ഉണ്ടാവും. കാരണം എന്തുണ്ടെങ്കിലും എനിക്ക് അപ്പം തന്നെ ബൈബിൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ച് ഈശോ എന്താ പറയണേന്ന് നോക്കുന്ന ഒരാളാണ്. അപ്പം ഒത്തിരി ബൈബിൾ വായന കുറവായിരുന്നു. ഉടമ്പടിക്ക് ശേഷമാണ് ഞാൻ വായിക്കാനൊക്കെ തുടങ്ങിയത്. പിന്നെ ജപമാല ചൊല്ലാനായിട്ടുള്ളൊരു അനുഗ്രഹം അത് പ്രത്യേകം എനിക്ക് കിട്ടിയത് ഉടമ്പടിക്ക് ശേഷമാണ്. പിന്നെ കുമ്പസാരിക്കാനായിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഒന്നും ഇങ്ങനെ തെറ്റിപ്പോവാതെ കൃത്യമായിട്ട് ആ ഒരു ഫ്ലോയിൽ ചെയ്യാൻ പറ്റുന്നത് ഈ ഉടമ്പടിക്ക് ശേഷമാണ്. ഒത്തിരി ആത്മീയമായിട്ട് എനിക്ക് ഉയർച്ചയാണ് ഉണ്ടായത്. ഞാൻ 2023 സെപ്റ്റംബർ 22 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എല്ലാ മാസവും മുടങ്ങാതെ പേപ്പറൊക്കെ വാങ്ങിക്കും. 3 മാസം കൂടുമ്പോൾ ഉടമ്പടി പുതുക്കും. എല്ലാം ചെയ്തു പോന്നിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹം എന്നും എനിക്കുണ്ടായിരുന്നു. എല്ലാ ദിവസവും മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ്. ഇപ്പോൾ കാലുവേദനയായാലും ശരീരവേദന എന്തായാലും മാതാവ് നടത്തിയിരുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഒരു ദിവസം എനിക്ക് മെനോപ്പസായി 1 വർഷത്തിന് ശേഷം വീണ്ടും എനിക്ക് ബ്ലീഡിങ് ആയ സമയത്ത് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ വരാൻ പാടില്ല, 1 വർഷത്തിന് ശേഷമല്ലേ, അപ്പോൾ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിൻ്റെ അകത്ത് തടിപ്പുണ്ട്, ഒരുപാട് മുഴകളും കാണുന്നുണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ ഒന്നെങ്കിൽ കോൾപോസ്കോപ്പി ചെയ്യണം, അല്ലെങ്കിൽ പാസ്മിയർ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബയോപ്സിക്ക് അഴക്കാം, എന്നിട്ട് മതി പിന്നത്തെ എന്തെങ്കിലും നോക്കാം എന്നവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെ വിഷമിച്ച്, ദൈവമേ എന്തെങ്കിലും ക്യാൻസറോ വല്ലതും ആണെങ്കിൽ എന്ത് ചെയ്യും, സാമ്പത്തികമായിട്ടൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ മാതാവിന് അറിയാമല്ലോ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്തായാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് മാതാവ്, എനിക്കതിനുള്ളൊരു ഉത്തരം തരണമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നു ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛനോട് അവിടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛൻ്റെ സൈത്തിൻ്റെ വിരലിൽ തേച്ചിട്ട് പറഞ്ഞു, യൂട്രസിൻ്റെ ഭാഗത്ത് കുരിശ് വരക്കുക, ടെൻഷനൊന്നും വേണ്ട, ബയോപ്സിക്ക് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പാസ്മിയർ ടെസ്റ്റ് എടുത്ത് ബയോപ്സിക്ക് അയച്ചു. റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവായിരുന്നു. ഒരു കുഴപ്പമില്ല. എനിക്കിപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ്. പിന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോൻ്റെ അനുഗ്രഹമുണ്ട്. മോനിപ്പോൾ കൂടെ ഇല്ലാത്തതുകൊണ്ടാണ് അത് പറയാൻ പറ്റാത്തത്. പിന്നെ മോളുടെ അനുഗ്രഹം എല്ലാം മാതാവ് ഞങ്ങൾക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകനെ പോലെ ചിറകുയരും, ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം വചനമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകരെ പോലെ ചിറകടിച്ചുയരുമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരുപക്ഷെ നമ്മൾ ക്ഷീണിച്ചിരിക്കാം, പ്രത്യാശ നഷ്ടപ്പെട്ടാം, പ്രശ്നങ്ങൾ കൊണ്ട് തളരാം. പക്ഷെങ്കിൽ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കുന്ന ഒരു വലിയ ആത്മീയ പദ്ധതിയാണ് ഉടമ്പടി. കഴുകരെ പോലെ ചിറകുയർത്തി ഉയരാനും ഉടമ്പടിയിൽ ദൈവകൃപയാണ് നമ്മെ ആത്മീയമായി ഉയർത്തുന്നത്. ദൈവം ധൈര്യം നൽകുന്നു. പരിശുദ്ധ അമ്മ കൃപാസന അമ്മയാണ് നമ്മെ സംരക്ഷിക്കുന്നത്. മരിയനുടമ്പടിയിലൂടെ നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി പ്രത്യാശ വയ്ക്കുകയാണ്. മനുഷ്യശക്തിയിലല്ല, പക്ഷെങ്കിൽ ദൈവശക്തിയിലാണ്. ഉടമ്പടിയിൽ മനസ്സിന് പുതിയ പ്രത്യാശയും ആത്മീയ ശക്തിയുമാണ് നാം ഓരോരുത്തർക്കും ലഭിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ ദൈവിക അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് മേരി ജിസ്മ എന്ന മകള് നമ്മളോട് പങ്കുവച്ചത്. ഈ മകൾ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരികയും പ്രാർത്ഥിച്ചിട്ട് പോവുകയും പിന്നീട് ഒരു സ്വപ്നത്തിലാണ് ഈ മകൾക്കൊരു ഉൾപ്രേരണ കിട്ടുകയും അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തത്. അത് ഈ മകൾക്കൊരു കൂടുതൽ പ്രചോദനം നൽകി. പരിശുദ്ധ അമ്മ, കൃപാസന അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ആശ്വാസം. അങ്ങനെ അതോടെ മോൾക്കുള്ള കൂടുതൽ പ്രത്യാശയായി, കൂടുതൽ ധൈര്യമായി. അങ്ങനെ ആ ഇൻ്റർവ്യൂ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. പിന്നെയുള്ളത് കോൺട്രാക്റ്റായിരുന്നു. അവിടെയും ഈ മകള്, പരിശുദ്ധ അമ്മ നമുക്കെല്ലാവർക്കും അറിയാം, ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്ന സമയഘടികാരത്തിൻ്റെ അമ്മയാണ്, സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ്. ആ മകള് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു. മാർച്ച് 3 എൻ്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കോൺട്രാക്റ്റ് കിട്ടിയത് മാർച്ച് 3-ാം തീയതിയാണ്. അവിടെയും ഈ മകളുടെ പ്രാർത്ഥന കേൾക്കാതിരുന്നില്ല പരിശുദ്ധ അമ്മ. ഈശോയുടെ എല്ലാ കാര്യവും, മക്കൾ പറയുന്ന ഓരോ കാര്യവും അമ്മ ഈശോയിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെയാണ് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ജർമ്മൻകാർ പോലും വിഷ് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാണ്. പിറ്റേ ദിവസം തന്നെ വിഷിൻ്റെ സബ്മിഷൻ വിസയ്ക്കുള്ള പ്രോസീഡിങ് സ്റ്റാർട്ട് ചെയ്തു. അതും ഒരു സ്വപ്നത്തിൽ വന്ന് 17 എന്ന നമ്പർ കാണിക്കുകയും 17ാമത്തെ ദിവസം, അതായത് വർക്കിംഗ് ഡേയ്സിൽ തന്നെ ഈ മകൾക്ക് വിസ ഡിസ്പാച്ച് ആവുകയും ചെയ്തു. പിന്നീട് വീണ്ടും അവിടെയും ഡേറ്റാണ് കാണിക്കുന്നത്. പരിശുദ്ധ അമ്മ ഈശോയും നമ്മുടെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് പല വ്യക്തികളിൽ കൂടിയാണ്, പല അനുഭവങ്ങളിൽ കൂടിയാണ്, പല രീതിയിലാണ്. ചിലപ്പോഴും എഴുതിരിയിൽ കൂടെ, ചിലപ്പോൾ പല വ്യക്തികളിൽ കൂടെ, ഒന്നുമല്ലെങ്കിൽ പല റെയിൻബോ, പല സുഗന്ധാഭിഷേകം, ഇങ്ങനെ ഓരോരോ രീതികളിലാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈ മകൾക്ക് വന്നത്. സ്വപ്നത്തിൽ കൂടിയാണ് ആ നമ്പർ വെളിപ്പെടുത്തി കൊടുത്തത്. അങ്ങനെ 17ാമത്തെ ദിവസം തന്നെ വിസ ഡിസ്പാച്ച് ആവുകയും ഇന്നലെയാണ് വിസ കയ്യിൽ കിട്ടത്. ആ മകള് 7ാമത്തെ പേജ് എന്നും വിശുദ്ധ തൈലം തേച്ച് അങ്ങനെ ചെയ്യരുതാത്താണ്. കാരണം എന്തെങ്കിലും മാർക്കുണ്ടെങ്കിൽ അത് ഒരു പേജ് വിസ റിജക്റ്റ് ആവേണ്ട കാര്യമാണ്. അത് നമ്മൾ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. എന്നാലും മോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 7 എന്ന ഡേറ്റ് നമുക്കറിയാം. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ഡിസംബർ 7-ാം തീയതി.
ആ 7 എന്നുള്ള പേജാണ് ഈ മകള് പ്രാർത്ഥിച്ചത്, പേജിൽ വേണമെന്നാണ്. അങ്ങനെ 7ാമത്തെ പേജിലാണ് വിസ അടിച്ചു വന്നത്. ടിക്കറ്റ് ഇപ്പോൾ യുദ്ധത്തിൻ്റെ കാലമാണ്, ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയമാണ്. എങ്കിലും ഈ മകൾക്ക് വളരെ കുറഞ്ഞ എമൗണ്ടിൽ ടിക്കറ്റും റെഡിയായി. നാളെയാണ് ഈ മകള് ജർമ്മനിക്ക് നഴ്സിങ്ങിന് പോകുന്നത്. പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് ഈ മകൾ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാനായിട്ട് മാത്രമായിട്ടാണ് ഇവിടെ വന്നത്. പെട്ടിയിലെല്ലാം പാക്ക് ചെയ്തു. പക്ഷേങ്കിൽ ഉടമ്പടി പുസ്തകം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് പുസ്തകം പുറത്തെടുത്ത് പരിശുദ്ധമ്മയ്ക്ക് നന്ദി പറഞ്ഞിട്ട് പോകാനായിട്ടാണ് ഈ മകൾ ഇവിടെ വന്നിരിക്കുന്നത്. നന്ദി പറയാനും മറക്കാത്ത ഈ മകൾക്ക് മകളെ പോലെ ഈശോയ്ക്കും അമ്മയ്ക്കും കൂടുതൽ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും ശക്തി നൽകി നമ്മൾക്കൊരു വലിയ ആശ്രയമാണ് നൽകുന്നത്. കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്ന് ഉയരാനുള്ള ശക്തി. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. അതാണ് നമുക്കുള്ള വിശ്വാസം. ഉടമ്പടി മകൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്നതാണ്. കഴുകൻ പക്ഷി കൊടുങ്കാറ്റ് വരുമ്പോൾ പേടിച്ച് താഴോട്ടല്ല പറക്കുന്നത്, മുകളിലോട്ടാണ് പറക്കുന്നത്. നമ്മുടെ ഉടമ്പടി ജീവിതവും എത്ര കാറ്റ് വന്നാലും കൂടുതൽ ശക്തി ഉപയോഗിച്ച് കൂടുതൽ